സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അഥവാ ജീവിക്കാനുള്ള അർത്ഥം തേടി നാട് വിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ജീവിതത്തിൻ്റെ അർത്ഥമെന്ത് എന്നതിനെ സംബന്ധിച്ച് അന്ത്യപ്രവാചകൻ നൽകിയ അധ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സഹോദരി സഹോദരങ്ങളോട് ഒരു എളിയ അന്വേഷണം നടത്തുകയാണ്. ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെയൊക്കെ അവരുടെ പ്രതിഭകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അവർ പഠിപ്പിച്ച ആശയങ്ങളിലൂടെയും മറ്റും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അവരിൽ പലരും സ്വയം ദിവ്യത്വം അവകാശപ്പെട്ടവരാണ്. എന്നാൽ വേറെ ചില മഹാന്മാർ സ്വയം ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ലെങ്കിലും അവരുടെ കാലശേഷം അനുയായികളാൽ ദിവ്യത്വം ആരോപിക്കപ്പെട്ടവരാണ്. വേറെ ചില മഹാന്മാർ ദൈവികമായ വിഷയങ്ങളിൽ നിശബ്ദത പാലിച്ചവരാണ്. ഞാൻ അന്വേഷിക്കുന്നത് സ്വയം ദിവ്യത്വം അവകാശപ്പെടാതെയും അനുയായികളാൽ ദിവ്യത്വം ആരോപിക്കപ്പെടാതെയും യഥാർത്ഥ ദൈവത്തിൻ്റെ വഴിയിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന ചിത്രങ്ങളില്ലാത്ത, പ്രതിമകളില്ലാത്ത മഹാൻ. എൻ്റെ എളിയ അന്വേഷണത്തിൽ നിന്ന്, എളിയ പഠനത്തിൽ നിന്ന് മാനവ സമൂഹത്തിനു വേണ്ടി പ്രപഞ്ച സ്രഷ്ടാവ് നിയോഗിച്ച അന്ത്യപ്രവാചകനാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് മാത്രമാണ് ഒരന്വേഷണം എന്ന നിലയ്ക്ക് ആദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. ഇനി അല്പം ചരിത്രം. AD 571 ഭൂഖണ്ഡങ്ങളുടെ മദ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന മക്കയിൽ അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി മുഹമ്മദ് ജനിക്കുന്നു. ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു പോകുന്നുണ്ട്. ജനിച്ച് 6-ാം വയസ്സിൽ മാതാവും മരിച്ചു പോകുന്നു. പിന്നെ തികച്ചും അനാഥനായിട്ടാണ് പ്രവാചകൻ വളരുന്നത്. പ്രവാചകൻ ജീവിക്കുന്ന സമൂഹമാകട്ടെ വളരെ സംസ്കാരശൂന്യമായി ജീവിക്കുന്ന, കാട്ടറബികൾ എന്ന് പറയാവുന്ന ഒരു സമൂഹം. മദ്യപാനികളും വ്യഭിചാരികളും ചൂതാട്ടക്കാരുമായ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ
നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹം. ഭാര്യമാർ ഗർഭിണികളായി കഴിഞ്ഞാൽ മണല് മാന്തി കുഴിയുണ്ടാക്കുകയും പെൺകുട്ടിയാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ ആ മണൽ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്ന ഒരു സമൂഹം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അദ്ദേഹം ജീവിക്കുമ്പോഴും കൂരിരുളിൽ കത്തിച്ചു വെച്ച ഒരു മെഴുകുതിരി പോലെ തികച്ചും വ്യതിരിക്തനായിട്ടാണ് അവിടെ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കിക്കണ്ട ആ സമൂഹം അൽ അമീൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നാണ്. മുഹമ്മദ് നടന്നു പോകുന്നത് കാണുമ്പോൾ അവർ പറയും, അതാ നമ്മുടെ വിശ്വസ്തൻ പോകുന്നു. ഈ അർത്ഥത്തിൽ വിശ്വസ്തനായി അദ്ദേഹം ആ അധർമ്മം നിറഞ്ഞ സമൂഹത്തിൽ ജീവിക്കുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഈ ജീവിതാവസ്ഥകൾ കണ്ട് മനം നൊന്ത പ്രവാചകൻ പലപ്പോഴും ഹിറാ ഗുഹയിൽ പോയി ധ്യാന നിമഗ്നനായിരിക്കാറുണ്ട് എന്നാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു റമദാൻ മാസത്തിൽ ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ മാലാക മലക്ക് ജബിരിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു വായിക്കുവാൻ, അല്ലെ ഇക്റ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ വായിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുമ്പോൾ വായിക്കാൻ അറിയില്ല എന്ന് മറുപടി പറയുന്നു. പക്ഷെ വീണ്ടും അദ്ദേഹത്തോട് പറയുന്നു വായിക്കുവാൻ. അങ്ങനെ വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിൻ്റെ അവതരണം അവിടെ വെച്ച് അതിൻ്റെ അവതരണം ആരംഭിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആ വചനങ്ങളുടെ അവതരണം, അഥവാ അന്ത്യവേദത്തിൻ്റെ ആദ്യ വചനങ്ങൾ അന്ത്യപ്രവാചകനിലൂടെ അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ്. ആ വചനങ്ങളിൽ പ്രവാചകനോട് ആദ്യമായി തന്നെ പറയുന്നത് വായിക്കാൻ വേണ്ടിയാണ്. വായനയെക്കുറിച്ച് നമുക്കറിയാം. വായന എന്ന് പറയുന്നത് അറിവിൻ്റെ ഖജനാവ് തുറക്കാനുള്ള ഒരു താക്കോലാണ്. അറിവിൻ്റെ ഖജനാവ് തുറക്കാനുള്ള ഒരു താക്കോൽ കുട്ടം ഏൽപ്പിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ദൈവിക വെളിപാട് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ മലമുകളിൽ നിന്ന് ജനമധ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ തൻ്റെ ജനതയോട് ഈ സത്യം ഉറക്കെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം നിയോഗിതനാകുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ തൻ്റെ ജനതയോട് ഈ യാഥാർത്ഥ്യം, ദൈവത്തിൽ നിന്ന് ലഭ്യമായ വെളിപാട് ബോധ്യപ്പെടുത്താൻ വേണ്ടി സഫ പർവ്വതത്തിൻ്റെ മുകളിൽ അദ്ദേഹം കയറി നിൽക്കുന്നു. സാധാരണഗതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം അനുസരിച്ച് ജനങ്ങളെ എന്തെങ്കിലും താക്കീതുകൾ അറിയിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ തുണി അഴിച്ചിട്ടുകൊണ്ട് സഫാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഓടിക്കയറുകയും എന്നിട്ട് ആ സമൂഹത്തോട് പറയാനുള്ളത് എന്താണോ അത് വിളിച്ചു പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അന്നത്തെ ഒരു മുഖ്യ മാധ്യമമായിരുന്നു, ജനങ്ങളെ കാര്യമറിയിക്കുന്നതിനുള്ള ഒരു മാധ്യമമായിരുന്നു അത്. ഈ മാധ്യമത്തെ തന്നെ പ്രവാചകൻ അവലംബിക്കുന്നു. ആ അസംസ്കൃത സമൂഹം തുണി അഴിച്ചിട്ടുകൊണ്ടാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ പ്രവാചകൻ തുണി ഉടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറുകയും എന്നിട്ട് തൻ്റെ ജനതയെ വിളിക്കുകയും എന്നിട്ട് അവരോട് ആദ്യമായി ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവരോട് അദ്ദേഹം ചോദിച്ചു, ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു സംഘം അക്രമികൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? അവർ പറയുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയില്ല? കാരണം നീ കളവ് പറയാത്തവനാണ്, നീ അൽ അമീനാണല്ലോ, എങ്കിൽ പിന്നെ വിശ്വസിക്കാതിരിക്കാൻ എന്തുണ്ട്? ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ തൻ്റെ സന്ദേശം ആ ജനതയ്ക്ക് കൈമാറുകയാണ്, ആ താക്കീത് നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലുള്ള ജീവിതം, ഈ സ്വഭാവത്തിൽ ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ മറികടന്നുകൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ വരാനിരിക്കുന്ന ഒരു നരകത്തെക്കുറിച്ച് ശക്തമായി താക്കീത് നൽകുകയാണ്. ഏകനായ ദൈവത്തെക്കുറിച്ച്, ആ ദൈവം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ച്, ആ
ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള കൽപ്പനകൾ പാലിച്ചില്ലെങ്കിൽ സംഭവിക്കാവുന്ന അനന്തരഫലങ്ങളെക്കുറിച്ച്. പിന്നെ നിരന്തരമായി പ്രവാചകൻ ഈ അധ്യാപനങ്ങളാണ് തന്റെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടുകൂടി അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശ്വസ്തനായ ആ പ്രവാചകൻ ഏതൊരു സമൂഹമാണോ വിശ്വസ്തൻ എന്ന പദവി നൽകിയത്, പ്രവാചകനെ കല്ലെറിയാൻ തുടങ്ങുന്നു. ആ കല്ലേറ് നമുക്കറിയാം ഇന്നും അവസാനിച്ചിട്ടില്ല. അതിനർത്ഥം പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ പറ്റും, ഒരു പ്രവാചകനെയും ഒരു സമൂഹവും പൂമാലയിട്ട് സ്വീകരിച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും കല്ലെറിയപ്പെട്ടവരാണ്. അപ്പോൾ ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിൽ വന്നാൽ അവർ കല്ലെറിയപ്പെടുക എന്നത് സ്വാഭാവികമായി സംഭവിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ പ്രവാചകൻ കല്ലെറിയപ്പെട്ടു തുടങ്ങി. പക്ഷേ ആ കല്ലേറ് അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും അത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം അദ്ദേഹം ഇന്നും ദൈവത്താൽ നിയോഗിതനായ പ്രവാചകൻ എന്ന അർത്ഥത്തിൽ മാനവ സമൂഹത്തിൽ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ശാരീരികമായ അസാന്നിധ്യത്തിലും അദ്ദേഹം അന്ത്യപ്രവാചകനാണ്. എന്തുകൊണ്ട് അദ്ദേഹം അന്ത്യപ്രവാചകനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഒരു പ്രവാചകനെ ദൈവം നിയോഗിക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുന്നു വേദഗ്രന്ഥത്തിലൂടെ. എന്തുകൊണ്ട് ഇനി ഒരു പ്രവാചകൻ വരികയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഒരു പ്രവാചകൻ വരേണ്ടതില്ലാത്ത വിധം ഈ അന്ത്യപ്രവാചകനിലൂടെ മാനവ സമൂഹത്തിന് വേണ്ട എല്ലാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിൽ നിയോഗിക്കപ്പെടണമെങ്കിൽ അതിന് ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കിടക്കുന്നു എന്ന അവസ്ഥ നമുക്ക് പരിശോധിച്ചാൽ കാണുവാൻ കഴിയും. അതിലൊന്ന്, മാനവ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ ദൈവം തമ്പുരാൻ നിയോഗിക്കുന്നത് മനുഷ്യൻ സ്രഷ്ടാവായ ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് സൃഷ്ടികളിൽ ദിവ്യത്വം ആരോപിക്കുകയും ആ സന്ദർഭത്തിൽ സൃഷ്ടികളിൽ ദിവ്യത്വം ആരോപിച്ച് സൃഷ്ടികളെ ആരാധനകൾ നടത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അപാകതയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മനുഷ്യനെ മുക്തമാക്കാൻ പ്രവാചകന്മാർ നിയോഗിക്കപ്പെടാറുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും സമൂഹത്തെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ മുൻകാല പ്രവാചകന്മാരൊക്കെ ഇത് പഠിപ്പിക്കുകയും പക്ഷെ പിൽക്കാലത്ത് ആ പ്രവാചകന്മാർ തന്നെ ഏതോ അർത്ഥത്തിൽ ദൈവങ്ങളാക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്തത്. അതേസമയത്ത് മുഹമ്മദ് നബിക്ക് ശേഷം അദ്ദേഹത്തിന്റെ കാലശേഷം നമുക്ക് കാണുവാൻ പറ്റും, അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയും നമ്മളുടെ മുമ്പിലില്ല. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും നമുക്കിടയിലില്ല. അദ്ദേഹത്തെ ആരും ആരാധിക്കുന്നുമില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം വളർത്തിയെടുത്ത, അദ്ദേഹം സംസ്കരിച്ചെടുത്ത ഒരു ജനസമൂഹം കാലങ്ങൾ കുറെ കഴിഞ്ഞിട്ടും വ്യത്യസ്തമായ പല ജീർണതകളും കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും ഏകനായ ദൈവത്തെ ആരാധിക്കുക എന്ന വിഷയത്തിൽ ഇപ്പോഴും കൃത്യമായ നിഷ്കർഷത പാലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിലെ ഈ കറകളഞ്ഞ ഏകദൈവത്വത്തെ സംബന്ധിച്ച് പ്രഗത്ഭ വാഗ്മിയും ഗ്രന്ഥകാരനുമായ വാണിദാസ് ഇളയാവൂർ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആധ്യാത്മിക ഗ്രന്ഥങ്ങളോട്, ആത്മീയ ഗ്രന്ഥങ്ങളോട് എനിക്കൊരു പ്രത്യേക പ്രതിപത്തിയുണ്ട്. സ്പിരിച്വൽ ട്രെൻഡ് അതെൻ്റെ മനസ്സിൻ്റെ പ്രവണതയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വവിശ്രുതങ്ങളായ ആത്മീയ ഗ്രന്ഥങ്ങളെ തേടിപ്പിടിച്ച് അന്വേഷിക്കുവാൻ, കണ്ടെത്തുവാൻ, പഠിക്കുവാൻ, സ്വാംശീകരിക്കുവാൻ, എസിമിലേഷൻ സാധിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ അതിനാൽ വേദഗ്രന്ഥങ്ങളുണ്ട്, ഗീതയുണ്ട്, ബൈബിളുണ്ട്, ഖുർആൻ ഉണ്ട്, ജപ്പാസിയുണ്ട്, സെൻറ്റ് അവസ്ഥയുണ്ട്, ബൗദ്ധ ദർശനങ്ങൾ ഏറെയുണ്ട്. ഇതെല്ലാം എൻ്റെ മുന്നിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ വായിക്കാൻ, പഠിച്ചറിയാൻ എന്നൊന്നും ഞാൻ അഹങ്കരിക്കില്ല. മനസ്സിലാക്കുവാൻ ശ്രമിച്ച ഗ്രന്ഥവിശേഷങ്ങളാണ്. ഇതൊക്കെ വായിച്ച് വരുമ്പോൾ എന്നിൽ നിറഞ്ഞു നിന്ന ഒരു വസ്തുത, എല്ലാറ്റിൻ്റെയും അന്തസ്സാരം ഒന്നാണ് എന്നാണ്. എല്ലാ മതവേദികളും പിറക്കുന്നത് ഒരേ ഒരു സന്ദേശവുമായാണ് എന്നാണ്. ഏത് മതഗ്രന്ഥവും ലോകത്ത് പിറക്കുന്നത് ദൈവത്തിൻ്റെ ഏകത്വത്തിൽ ഊന്നി ഉറച്ചുകൊണ്ടാണ്. ഭാഗ്യദോഷം കൊണ്ട്
ലോകത്ത് അത്തരത്തിലുള്ള മതങ്ങളിലൊക്കെ മായം ചേർക്കപ്പെടുകയും സമീപനങ്ങളൊക്കെ വികലമാവുകയും ചെയ്തിട്ടുണ്ട്. ഏക ദൈവത്വം ഇടിച്ചു പൊളിച്ച് വികൃതമയമായി പരിണമിച്ച ദയനീയ കഥയാണ് നാം അവിടെയൊക്കെ കാണുക. പക്ഷെ കാലത്തിൻ്റെ ഈ തിരത്തല്ലലിൽ തകർന്നുപോയി മൗലിക ദർശനങ്ങൾ മിക്കതും, അഥവാ എല്ലാം എങ്കിലും, നിഷ്പക്ഷമായ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ. വേദഗ്രന്ഥമായ ഖുർആൻ വിഭാവനം ചെയ്യുന്ന, പ്രബോധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഏകത്വം എന്നുള്ള തെളിഞ്ഞ ദൃഢരൂഢമായ ഒരു കാഴ്ചപ്പാടില്ലേ, അതിന് യുഗാന്തരങ്ങൾ കടന്നുപോയിട്ടും സംവത്സരങ്ങളേറെ പിന്നിട്ടിട്ടും ഇന്നും മങ്ങലേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. ഇസ്ലാം സംസ്കൃതി ഉയർത്തിക്കാട്ടുന്ന ഏകദൈവത്വത്തിൻ്റെ ധാരണ വികലമായി തീർന്നിട്ടില്ല. മുസ്ലിം സമൂഹം ആരാധനാലയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് സൃഷ്ടാവായ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന വസ്തുത പഠിപ്പിക്കാൻ ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമില്ല. കാരണം അത് വ്യക്തമായ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ ഒരു സമൂഹം അതിന് മാതൃക കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് തന്നെ. മറ്റൊന്ന്, മാനവ സമൂഹത്തിന് വേണ്ട ദൈവികമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥങ്ങൾ നൽകാൻ വേണ്ടി പ്രവാചകന്മാർ നിയോഗിക്കപ്പെടാറുണ്ട്. അങ്ങനെ നിരവധി പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ മുൻകാലങ്ങളിൽ നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ പിൽക്കാലഘട്ടത്തിൽ അതിന്റെ ഒറിജിനൽ അവസ്ഥയിൽ നിലനിൽക്കാത്ത അവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഇടപെടലുകൾക്ക് വിധേയമാകുന്ന അവസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയത്ത് വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം, അന്ത്യപ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഈ അന്ത്യവേദം, പ്രവാചകന് ഏതൊരു വിധത്തിലാണോ അവതരിപ്പിക്കപ്പെട്ടത്, ഏതൊരു ഭാഷയിലാണോ അവതരിപ്പിക്കപ്പെട്ടത്, അത് അതേ അവസ്ഥയിൽ തന്നെ ഇന്നും മനുഷ്യന്റെ ഇടപെടലുകൾക്ക് വിധേയമാകാതെ വളരെ ഭദ്രമായി തന്നെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ പറ്റും. മാത്രമല്ല, ആ വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടതിന്റെ പിന്നിൽ പോലും കൃത്യമായ ചില യുക്തി നമുക്ക് കാണാൻ പറ്റും. കാരണം ഭാഷ എന്ന് പറയുന്നത്, ഭാഷകൾ എന്ന് പറയുന്നത് പലപ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പുള്ള, ഒരു 200 വർഷങ്ങൾക്ക് മുമ്പുള്ള മലയാള ഭാഷ ഇന്നെടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ല. ഒരു 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷ് നാടകങ്ങൾ സാധാരണ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവുകയില്ല. കാരണം ഭാഷ എപ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഭാഷയാകുന്ന അറബി ഇന്നും മാറ്റത്തിന് വിധേയമാകാതെ തന്നെ നിലനിൽക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ഭാഷയിലാണ് വേദം അവതരിക്കുന്നതെങ്കിൽ കാലങ്ങൾ കുറെ കഴിയുമ്പോൾ ആ വേദങ്ങളിലുള്ള ആശയം മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ പുഷ്പിച്ചു നിൽക്കുന്ന ഒരു ഭാഷയെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ആ അറബി ഭാഷയിൽ. മാത്രമല്ല, അറബി ഭാഷയ്ക്ക് ഗ്രാമർ നിശ്ചയിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് താനും. അതുകൊണ്ട് ആ വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങൾ ഇനി അന്ത്യനാൾ വരേക്കും, ലോകം അവസാനിക്കുന്നത് വരെയും അതിന്റെ ആശയം ഗ്രഹിക്കാതിരിക്കുക എന്ന ഒരവസ്ഥ സംഭവിക്കുകയില്ല. ആ അർത്ഥത്തിൽ ഖുർആൻ എന്ന വേദഗ്രന്ഥം വളരെ ഭദ്രമായി, കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, അതിനെ നശിപ്പിക്കാൻ പറ്റാത്ത വിധം എല്ലാ അർത്ഥത്തിലും അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നിലവിലുള്ള അച്ചടിക്കപ്പെട്ട വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആനിന്റെ കോപ്പികളെല്ലാം എടുത്ത് നമ്മൾ കടലിലെറിഞ്ഞാലും അത് പിന്നെയും ജീവിക്കുമെന്നതാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ അത് ഹൃദിസ്ഥമാക്കി വെച്ചിരിക്കുന്നു. ഈ ഖുർആനെ കുറിച്ച് പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ ബഹുമാന്യനായ ടി.കെ. അബ്ദുള്ള സാഹിബ് പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. ഖുർആൻ എല്ലാം കൂടി വെച്ചാൽ ഏറ്റവും സന്തുലിതമായ ഒരു വ്യവസ്ഥിതിയാണ്. വ്യക്തി, സമൂഹം, മുതലാളി, തൊഴിലാളി, സ്റ്റേറ്റ്, ജനം, ആണ്, പെണ്ണ്, ഭരണാധികാരി, ഭരണീയൻ, പണ്ഡിതൻ, പാമരൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് ഏത് സാമൂഹിക ഘടനയിലും മാറിവരുന്ന ഏത് നാഗരികതകളിലും
പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന നീതിപരമായ ഒരു വ്യവസ്ഥിതിക്കാണ് ഖുർആൻ അടിവരയിടുന്നത്. കേരളത്തിലെ ഒരു മഹാപ്രഗത്ഭനായ സാഹിത്യകാരൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഇന്നും ഓർത്തുപോകുന്നു. അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. എവിടെയോ എന്തോ ആവശ്യത്തിന് ബസ് അല്പം നിർത്തിയപ്പോൾ അങ്ങകലെ നിന്ന് സംഗീത സാന്ദ്രമായ ഒരു താളലയത്തോടുകൂടിയ വാചക തരംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കർണപുടങ്ങളിൽ കാതുകളിൽ വന്നലക്കുകയുണ്ടായി. എന്താണ് ഈ സംഗീതം? എന്താണ് ഈ സൗന്ദര്യം? എവിടെ നിന്നാണ് ഈ താളലയങ്ങൾ എന്നെ എൻ്റെ ഉള്ളിലോളം സ്വാധീനിക്കുന്നത് എന്ന് ആ സംഗീത സാഹിത്യാസ്വാദകനായ പണ്ഡിതൻ സ്വയം അത്ഭുതപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ ആരോ പരിചയപ്പെടുത്തി അത് ഈണത്തോടുകൂടി വിശുദ്ധ ഖുർആൻ അടുത്ത പള്ളിയിൽ നിന്ന് ഓതുന്നതാണ്. ഇത്ര മനോഹരമാണോ, ഇത്ര വശ്യമാണോ ഖുർആൻ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. എന്താണ് ഖുർആനിന്റെ മൊയ്ജിസത്ത് എന്ന് ചോദിച്ചാൽ അമാനുഷികത. അത് കാലാതിവർത്തിയാണ്. അത് ഒരു നൂറ്റാണ്ടിലും ഒരു തലമുറയിലും ഒതുങ്ങുന്നതല്ല. മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയും വികാസവും അനുസരിച്ച് വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത വളർന്നും വികസിച്ചും കൊണ്ടിരിക്കും. വെള്ളത്തിലെ എണ്ണ പോലെ എന്നാണ് അതിന് പറയുക. നമ്മൾ എണ്ണ വെള്ളത്തിൽ പാർന്നാൽ ഒരു ചെറിയ വെള്ളമാണെങ്കിൽ അതിൻ്റെ മേലെ നിൽക്കും. എന്നാൽ നിങ്ങൾ സമുദ്രത്തിലാണ് എണ്ണ വാരുന്നതെങ്കിൽ അപ്പോഴും എണ്ണ മേലെ മാത്രമേ നിൽക്കുകയുള്ളൂ. അൽ ഖുർആനു യഅലു വലാ യുഅല അലൈഹി. ഖുർആൻ മേലെ നിൽക്കും. അങ്ങനെ മാനവതയുടെ പുരുഷാരങ്ങളുടെ തലമുറകളുടെ നൂറ്റാണ്ടുകളുടെ വളർച്ചയ്ക്കുമേലെ വളർന്നുകൊണ്ടിരിക്കുന്ന ദിവ്യമായ അമാനുഷ്യമായ ഒരേ ഒരു ഗ്രന്ഥത്തിനാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ ആ വേദഗ്രന്ഥം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട്, മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ ഭദ്രമായി നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഇനി ഒരു വേദഗ്രന്ഥം നൽകാൻ ഒരു പ്രവാചകന്റെ ആവശ്യം ഖുർആനിലുള്ളിടത്തോളം കാലമില്ല. ഇതേപോലെ തന്നെ മറ്റൊന്ന്, മാനവ സമൂഹത്തിന് ആവശ്യമായ കാലത്തിന്റെ തേട്ടമനുസരിച്ച് ശരീഅത്ത് നൽകുന്നതിന് വേണ്ടി കർമ്മമാർഗം നിശ്ചയിച്ചു കൊടുക്കാൻ പ്രവാചകന്മാർ നിയോഗിക്കപ്പെടേണ്ടി വരുന്നു. ആദ്യ കാലഘട്ടത്തിലുള്ള ആദം നബിയുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ മനുഷ്യനാവശ്യമുള്ള നിയമങ്ങളുടെ ആവശ്യങ്ങളില്ല. മനുഷ്യന്റെ നാഗരിക പുരോഗതിക്കനുസരിച്ച് പുതിയ നിയമങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനാവശ്യമായിട്ട് വരും. അങ്ങനെ ഓരോ പ്രവാചകന്മാരിലൂടെയും മാനവ സമൂഹത്തിന്റെ വികാസത്തിനനുസരിച്ച് നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഒടുവിൽ അന്ത്യപ്രവാചകനിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ നൽകപ്പെട്ട നിയമ നിർദ്ദേശങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കുമുള്ള നിയമങ്ങൾ, അവന്റെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ, അന്താരാഷ്ട്ര ഏതെല്ലാം മേഖലകളിൽ മനുഷ്യന് ജീവിതത്തിൽ നിയമങ്ങൾ ആവശ്യമുണ്ടോ ആ മേഖലകളിലേക്കൊക്കെയും നിയമം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇസ്ലാമിന്റെ ഈ സമഗ്രതയുമായി ബന്ധപ്പെട്ട് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രൻ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതാണ് വിടവാങ്കൽ പ്രസംഗത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാചകം. 2 കാര്യങ്ങൾ ഞാൻ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഒന്ന്, വിശുദ്ധ ഖുർആനിക നിയമം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ. 2, എന്റെ ജീവിതചര്യ. പ്രവാചക ജീവിതചര്യയും വിശുദ്ധ ഖുർആനും പിൻപറ്റി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ക്ലേശിക്കേണ്ടുന്ന, ബുദ്ധിമുട്ടേണ്ടുന്ന പ്രശ്നമേ ഇല്ല.
അങ്ങനെ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചിന്തയിലല്ല, ദിനേന 5 നേരവും മുറതെറ്റാതെ കൃത്യതയോടുകൂടി നിസ്കരിക്കണമെന്നും പരമകാരുണികനായ ഏകദൈവത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും ആ വിശ്വാസത്തെ അവസാനമായി പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തിയ പ്രവാചകന്റെ സാന്നിധ്യം സാക്ഷ്യപ്പെടുത്തുകയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സക്കാത്ത് ചുമതലയായി ഉത്തരവാദിത്വമായി ചെയ്യുകയും, അതുപോലെ തന്നെ വർഷത്തിൽ 1 മാസക്കാലം നൊയമ്പ് നോൽക്കണമെന്നുള്ളതും സമ്പത്തും ആരോഗ്യവും അനുവദിക്കുമെന്നുണ്ടെങ്കിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ കല്ലും നെല്ലും വേർതിരിച്ചറിയുന്നത് പോലെ ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നീ ഉജ്ജ്വലമായ മണിമാളികൾ, രമ്യഹർമ്മ്യങ്ങൾ പണിതുയർത്തുമ്പോ തൊട്ടയൽപ്പക്കത്തുള്ള 3 സെന്റ് കോളനിയിൽ 4 സെന്റ് കോളനിയിൽ കഴിയുന്ന പാവപ്പെട്ടവന്റെ കൂരയിലേക്കുള്ള വെളിച്ചം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നിന്റെ ഭവനത്തിന്റെ നിർമ്മാണമെങ്കിൽ അവന്റെ അനുമതി കൂടാതെ ഒരു കാരണവശാലും ആ ഭവനം നിർമ്മിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസം. അധ്വാനിക്കുന്നവൻ, പണിയെടുക്കുന്നവൻ, അധ്വാനിക്കുന്നവന്റെ സ്വേദഗണങ്ങൾ വറ്റുന്നതിന് മുമ്പ് അവൻ അർഹതപ്പെട്ട കൂലി കൊടുക്കണം. കൂലി എന്നല്ല പറഞ്ഞത്, അർഹതപ്പെട്ട കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച വിശ്വാസം. അയൽപക്കത്തുള്ളവൻ അത്താഴം, അതും ഒരു ചുറ്റളവ് പറഞ്ഞിട്ടുണ്ട്, അയൽപക്കത്തുള്ളവൻ അത്താഴം കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോ നീ അത്താഴം കഴിക്കുന്നുവെങ്കിൽ നീ എന്നെ പിൻപറ്റുന്നവനല്ല എന്ന് പറഞ്ഞ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം. ഇതൊക്കെ വിശുദ്ധ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ സത്യവിശ്വാസ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കർമ്മങ്ങളാണ്. ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കണമെന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു മനുഷ്യാവകാശത്തിന്റെ പ്രഖ്യാപനം എന്ന നിലയിൽ കാണാൻ കഴിയുന്നതാണ്. വാർഷിക വരുമാനത്തിന്റെ നിയതമായിട്ടുള്ള ശതമാനം, അതൊക്കെ തന്നെ പരിശോധിച്ചാൽ അതിന്റെയൊക്കെ ശാസ്ത്രീയ ബോധം എത്രമാത്രം വ്യക്തമായി ബോധ്യപ്പെടും. വാരിയല്ലുകളാൽ സംരക്ഷിതമായിട്ടുള്ള നിന്റെ ഹൃദയം കൊണ്ട് നീ എന്ത് ചിന്തിക്കണമെന്നും ചിന്തിക്കരുതെന്നും, നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് എന്ത് കാണണമെന്നും കാണരുതെന്നും, കാതുകൾ കൊണ്ട് എന്ത് കേൾക്കണമെന്നും കേൾക്കരുതെന്നും, മറ്റവയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണമെന്നും ചെയ്യരുതെന്നും മനുഷ്യനെ പഠിപ്പിക്കുന്ന, കല്ലും നെല്ലും വേർതിരിച്ചറിയുന്നത് പോലെ തിരിച്ചറിവിന്റെ സംസ്കാരം സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു വലിയ ജീവിത ദർശനം. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി ഒരു പ്രവാചകൻ വന്നാൽ തന്നെ പുതുതായിട്ടൊന്നും പറയാനില്ല. മാനവ സമൂഹത്തിന് മാർഗദർശനം എന്ന നിലയ്ക്ക് അന്ത്യപ്രവാചകനിലൂടെ നൽകപ്പെട്ട സന്ദേശം അതിന്റെ കൃത്യമായ സ്വഭാവത്തിൽ ഇന്നും നിലനിൽക്കുന്നു. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ദൈവികമായ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന, തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തിന്റെ പ്രായോഗിക മാതൃക അത് പ്രവാചകന്റെ ജീവിതമാണ്. പക്ഷെ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയ ഒരു സംഗതിയാണ്, ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് മഹാന്മാർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുക, ആ മഹാന്മാരുടെയൊക്കെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ടതുപോലെ ചരിത്രത്തിൽ മറ്റൊരു മഹാന്റെ ജീവിതവും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നതാണ്. വെച്ചാൽ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളും, പ്രവാചകൻ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്നത് മുതൽ, ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാലെടുത്ത് വെച്ചാണ് പ്രവാചകൻ കയറിയിരുന്നത്, ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാലിലെ ചെരുപ്പാണ് ആദ്യം ധരിച്ചിരുന്നത് എന്ന് തുടങ്ങി ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത് എന്നതിന്റെ കൃത്യമായ രേഖകൾ നിലനിൽക്കുന്നു. ചരിത്രത്തിൽ ഇതിനു മുമ്പും അതിനുശേഷവും മഹാന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടതുപോലെ മറ്റൊരു മഹാന്റെ ചരിത്രവും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ പ്രവാചകന്റെ ചരിത്രം മാത്രം, ഇദ്ദേഹത്തിന്റെ ചരിത്രം മാത്രം ഇങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു? അതിന് കാരണം വളരെ വ്യക്തമാണ്. അത് ദൈവത്തിന്റെ തന്നെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അന്ത്യപ്രവാചകനായതുകൊണ്ട്, ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായും മാനവ സമൂഹത്തിന് മാതൃകയാകുന്ന ആ പ്രവാചകന്റെ ജീവിതത്തിൽ അവ്യക്തത ഉണ്ടാവാൻ പാടില്ല. ഖുർആനാകുന്ന വേദഗ്രന്ഥത്തിൽ തത്വങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് മനുഷ്യൻ അതിനെ പിൻപറ്റൽ അസാധ്യമാണ്. അതിന്റെ മാതൃകയാകുന്ന പ്രവാചക ജീവിതം യഥാർത്ഥത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അത് ആ അർത്ഥത്തിൽ കൃത്യമായി, വ്യക്തമായി, ഭദ്രമായി നിലനിൽക്കുന്നു എന്നതും ഒരു അത്ഭുതകരമായ കാര്യമാണ്. മാത്രമല്ല, അങ്ങനെ പ്രവാചകനെ അന്ത്യപ്രവാചകനായി നിയോഗിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭൂഖണ്ഡങ്ങളുടെ മധ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന മക്കയിൽ. മക്ക കേന്ദ്രീകരിച്ച്
നമ്മൾ ഒരു വൃത്തം വരയ്ക്കുന്നുവെങ്കിൽ എല്ലാ ഭൂഖണ്ഡങ്ങളെയും എല്ലാ വൻകരകളെയും അത് ടച്ച് ചെയ്യും എന്നാണ്. കാരണം ഏതാണ്ട് ഭൂഖണ്ഡങ്ങളുടെ ഒരു മധ്യഭാഗമാണ്. മാത്രമല്ല ആ ഒരു മേഖല തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പിന്നിൽ വേറെയും ചില യുക്തികൾ നമുക്ക് കാണാൻ പറ്റും. കാരണം പ്രവാചകനെ ദൈവം നിയോഗിക്കുന്നത് ലോക ജനതയ്ക്ക് മുഴുവനുമായിക്കൊണ്ടാണ്, അറേബ്യൻ ജനതയ്ക്ക് മാത്രമായിക്കൊണ്ടല്ല. ലോക ജനതയ്ക്ക് മുഴുവനുമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനായതുകൊണ്ട് സ്വാഭാവികമായും പ്രവാചകന്റെ സന്ദേശം അറേബ്യൻ ജനതയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അതിനു പകരം ലോകത്ത് മുഴുവൻ വ്യാപിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനത, അറബികൾ എന്ന് പറയുന്ന ജനത ലോകത്തന്ന് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരുന്ന ഒരു ജനതയാണ്. സഞ്ചരിക്കുന്ന ഒരു ജനതയിൽ തന്നെ ആയിരിക്കണം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അതിന്റെ സന്ദേശം എത്തി എന്ന് നമുക്കറിയാം. അന്ന് തുടങ്ങിയതാകുന്നു ആ സന്ദേശത്തിന്റെ പ്രചരണം എന്ന് പറയുന്നത്. ആ പറയുന്ന പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലൂടെ മാനവ സമൂഹത്തിന് നൽകപ്പെട്ട അധ്യാപനങ്ങളുടെ ഓരോ തലങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അത് മാനവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി തീരുന്നത്, മാനവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് വിമോചനത്തിന്റെ ഒരു പാതയായി മാറുന്നത് എന്ന് നമുക്ക് അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലെ, മനുഷ്യന് വേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അത് കൃത്യമായ അവന്റെ ആവശ്യം, അവന്റെ പ്രകൃതവും മനസ്സിലാക്കിക്കൊണ്ടാണ് നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ളത്. അതിന്റെ ഓരോ തലങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു മേഖലയാകുന്ന വിശ്വാസത്തിൻ്റെതായ തലത്തിൽ, മതത്തിൻ്റെതായ ഒരു തലത്തിൽ കൃത്യമായ ചില അധ്യാപനങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന തലങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള തന്റെ ധർമ്മം നിർവഹിക്കാൻ അവനെ പര്യാപ്തമാക്കുന്ന അതിനുള്ള പരിശീലനങ്ങൾ എന്ന സ്വഭാവത്തിൽ ആണ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ദൈവം നിയോഗിക്കുമ്പോൾ മറ്റ് ചരാചരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധർമാധർമ്മബോധത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന്റെ ആത്മാവിന്റെ പ്രകൃതത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ആത്മാവിനെ സന്തുലിതമാക്കിയിരിക്കുന്നു എന്നാണ്. അതിന് ധർമാധർമ്മബോധം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും, നന്മയും തിന്മയും, സത്യവും അസത്യവും ഒക്കെ മനസ്സിലാക്കാനുള്ള ദൈവിക ബോധവും പൈശാചിക ബോധവും യഥാർത്ഥത്തിൽ മനുഷ്യാത്മാവിൽ നിലകൊള്ളുന്നുണ്ട്. ഇവിടെ മനുഷ്യൻ ഈ ദൈവികമായ ബോധത്തെ വളർത്തി, പൈശാചിക ബോധത്തെ തളർത്തി അവന്റെ ധർമ്മം നിർവഹിക്കാൻ സജ്ജമാകേണ്ടതുണ്ട് എന്നാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധർമാധർമ്മ ബോധമുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ രണ്ട് രീതിയിൽ കർമ്മം ചെയ്യാൻ അവന് കഴിയും. കണ്ണുകൊണ്ട് നല്ലത് കാണുവാനും ചീത്ത കാണുവാനും കഴിയും. ദൈവത്തിന്റെ അധ്യാപനം, ഞാൻ നൽകിയ കണ്ണുകൊണ്ട് നിങ്ങൾ നല്ലതേ കാണാവൂ, ചീത്ത കാണരുതേ എന്നാണ്. നാവുകൊണ്ട് നല്ലത് പറയുവാനും ചീത്ത പറയുവാനും കഴിയും. ദൈവത്തിന്റെ അധ്യാപനം, നിങ്ങൾ നാവുകൊണ്ട് ചീത്ത പറയരുതേ, നല്ലതേ പറയാവൂ എന്നാണ്. ഇങ്ങനെ തുടങ്ങി ദൈവം നൽകി എന്തെല്ലാം വിഭവങ്ങളും കഴിവുകളുമുണ്ടോ ഇതൊക്കെ ഒന്നുകിൽ നന്മയുടെ മാർഗത്തിൽ അല്ലെങ്കിൽ തിന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ മനുഷ്യന് കഴിയും. നന്മയുടെ തലത്തിൽ തന്നെ കഴിവുകളും വിഭവങ്ങളും ഉപയോഗപ്പെടുത്തണമെങ്കിൽ അല്പ സംസ്കരണം അനിവാര്യമായ ഒരു ഘടകമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചുള്ള ബോധം അവനിൽ ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. ദൈവം പക്ഷേ അദൃശ്യനായതുകൊണ്ട്, ദൈവം വസ്തുനിഷ്ഠമല്ലാത്തതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള സ്മരണ പലപ്പോഴും മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഒരു കത്തെഴുതുമ്പോൾ അതിലാണ് നമ്മളുടെ ശ്രദ്ധ, ദൈവത്തെ മറന്നുപോകും. അങ്ങനെ വ്യവഹാരിക ലോകത്ത് പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ വിസ്മരിക്കുകയും അങ്ങനെ വഴികേടിലാവാനുള്ള സാധ്യത സാധാരണ മനുഷ്യരിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ തീർച്ചയായും വസ്തുനിഷ്ഠമല്ലാത്ത ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ അവന്റെ മനസ്സിൽ രൂഢമൂലമാകാൻ നിരന്തരമായി സ്മരിക്കേണ്ടതുണ്ട് എന്നാണ്. അതുകൊണ്ട് വ്യവസ്ഥ വെച്ചിരിക്കുന്നു, പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഒരു മനുഷ്യൻ അവന്റെ ജീവിതം ആരംഭിക്കേണ്ടത് പ്രഭാതത്തിൽ അവൻ ദൈവത്തിന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട്, ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തെ സ്മരിച്ചുകൊണ്ട് വേണം ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ്. അങ്ങനെ സ്വാഭാവികമായും അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിൽ, വ്യവഹാരിക ലോകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതാണ്ട് മധ്യാഹ്ന സമയമാകുമ്പോൾ വീണ്ടും ദൈവത്തിലേക്കുള്ള വിളി കേൾക്കുവാൻ കഴിയും. അപ്പോഴും നമസ്കാരം നിർബന്ധമാകുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഏതാണ്ട് ഒരു മധ്യാഹ്ന സമയവും കഴിഞ്ഞ് 4 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും ദൈവത്തിലേക്കുള്ള വിളി. പിന്നെ അസ്തമയ സമയമാകുമ്പോൾ വീണ്ടും അതിന്റെ സമയമായി എന്ന് മാത്രമല്ല, നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ദൈവത്തെ സ്മരിച്ചുകൊണ്ട് വേണം അവൻ ജീവിക്കാൻ എന്നാണ്. ഇങ്ങനെ നിരന്തരമായി ദൈവത്തെക്കുറിച്ചുള്ള സ്മരണ
മനുഷ്യ ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ആത്മാവ് സംസ്കരിക്കപ്പെടും, ദൈവബോധം അവിടെ ശക്തിപ്പെടും. ഇങ്ങനെ കൃത്യമായി നിഷ്ഠയോടുകൂടി ദൈവഭക്തിയോടുകൂടി 5 നേരവും പ്രാർത്ഥിക്കുന്ന ഒരാൾ എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ച് പ്രവാചകൻ തന്റെ അനുയായികളെ പഠിപ്പിച്ചു. പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് സങ്കല്പിക്കുക. അതിൽ പോയി നിങ്ങൾ 5 നേരവും വൃത്തിയായി കുളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കി ഉണ്ടാവുമോ? ഉടനെ തന്നെ അനുയായികളുടെ മറുപടി, ഇല്ല പ്രവാചകരെ, എങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ അഴുക്കൊന്നും ബാക്കി ഉണ്ടാവുകയില്ല. പ്രവാചകൻ അപ്പോൾ പ്രതികരിച്ചു, ഇതുപോലെയാണ് 5 നേരവും ആത്മാർത്ഥമായി നമസ്കരിക്കുന്ന ഒരാളുടെ ആത്മാവ്. എന്ന് പറഞ്ഞാൽ ശരീരത്തെ വൃത്തിയാക്കുവാൻ വെള്ളം ഉപയോഗിക്കാം, പക്ഷെ ആത്മാവിനെ വൃത്തിയാക്കണമെങ്കിൽ ദൈവസ്മരണയാകുന്നു അതിനുള്ള മാർഗമെന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഞാനിത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ തന്നെ 5 നേരം നമസ്കരിക്കുന്ന, നമസ്കാര തഴമ്പുള്ള, പള്ളിയിൽ 5 നേരവും നമസ്കരിക്കുന്ന, എന്നാൽ പുറത്തിറങ്ങിയാൽ വൃത്തികേടുകൾ കാണിക്കുന്ന പല ആളുകളെക്കുറിച്ചും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു പോകുന്നുണ്ടാവും അത്തരം പല ആളുകളും. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുളി തന്നെയുണ്ടല്ലോ 2 തരത്തിൽ. കുളി തന്നെയുണ്ട് 2 തരത്തിൽ. നമ്മൾ വെള്ളത്തിൽ പോയി ഒരു മുങ്ങിക്കയറൽ എന്ന നിലയ്ക്ക് 100 പ്രാവശ്യം കുളിച്ചാൽ നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ വൃത്തിയാവുകയില്ല. കുളിക്കേണ്ടതുപോലെ കുളിച്ചാലാണ് യഥാർത്ഥത്തിൽ വൃത്തിയാവുക. എന്നതുപോലെ നമസ്കാരവുമുണ്ട് 2 രീതിയിലെന്നാണ്. ചില ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ അവര് ഒരു അന്ധവിശ്വാസം എന്ന നിലയ്ക്ക് നമസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള നമസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ചെയ്യുന്ന നമസ്കാരത്തോട് നീതി പുലർത്താൻ അവർക്ക് കഴിയുകയില്ല. അത്തരം നമസ്കാരക്കാരെ കുറിച്ച് ഖുർആനിലൂടെ തന്നെ ദൈവം അറിയിച്ചിരിക്കുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശമാണ്. അപ്പോൾ പള്ളിയിൽ 5 നേരം നമസ്കരിക്കുകയും പുറത്തിറങ്ങിയാൽ വൃത്തികേടുകളെയും കാണിക്കുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ സത്യവിശ്വാസികളാണ് എന്നല്ല, ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ് എന്നാണ്. ഇതേപോലെ തന്നെ മനുഷ്യന് ആവശ്യമായ അവന്റെ ജീവിതത്തിന്റെ അനുഷ്ഠാനങ്ങൾ പോലും നിശ്ചയിക്കപ്പെട്ടത് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ തന്നെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നമസ്കാരം നിങ്ങളെ തിന്മയിൽ നിന്ന് തടയുമെന്നാണ്. അപ്പൊ തിന്മയിൽ നിന്ന് തടയാത്ത നമസ്കാരം യഥാർത്ഥത്തിൽ നമസ്കാരമല്ല എന്നാണ്. അപ്പൊ ദൈവഭക്തിയോടുകൂടി അങ്ങനെ അവന്റെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരെ സംസ്കരിക്കാൻ കൃത്യമായ ചില അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട അനുഷ്ഠാനങ്ങൾ കൃത്യമായി അവൻ പാലിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് തെറ്റുകളിലേക്ക്, തിന്മകളിലേക്ക് പോകാൻ യഥാർത്ഥത്തിൽ തന്നെ കഴിയുകയില്ല. എന്നു മാത്രമല്ല, ഇതേ സ്വഭാവത്തിൽ തന്നെ നോമ്പ് എന്ന് പറയുന്ന വ്രതാനുഷ്ഠാനവും അനുഷ്ഠാനങ്ങൾ എന്ന നിലയ്ക്ക് മനുഷ്യന്റെ ആത്മസംസ്കരണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട, ദൈവം പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു വലിയ കർമ്മമാണ്. അതുപോലും എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതം അനുസരിച്ച് അവനെ സംസ്കരിക്കാനുള്ള ഒന്ന് എന്ന നിലയ്ക്കാണ്. അതിനെ വിശദീകരിക്കാൻ വേണ്ടി ഒരു നല്ല ഉദാഹരണം നമുക്കിങ്ങനെ പറയുവാൻ പറ്റും. നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരു രാജ്യമായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ശരീരത്തെ ഒരു രാജ്യമായിട്ട് സങ്കല്പിക്കുക. ആത്മാവ് ആ ശരീരത്തിലുള്ള രാജാവാണ്. നമ്മളുടെ ഇച്ഛകൾ എന്ന് പറയുന്നത് പ്രജകളുമാണ്. ഇച്ഛകൾ എന്ന് പറയുന്നത് പ്രജകളുമാണ്. അപ്പൊ ശരീരമാകുന്ന രാജ്യത്ത് ഇച്ഛകളാകുന്ന പ്രജകൾ, ആത്മാവാകുന്ന രാജാവ്. അപ്പോൾ ഇവിടെ ആത്മാവാകുന്ന രാജാവിനോട് ഇച്ഛകളാകുന്ന പ്രജകൾ, എന്നുവെച്ചാൽ നമ്മളുടെ ഇച്ഛകൾ അഥവാ ആഗ്രഹങ്ങൾ നല്ലതും ചീത്തയുമായി പലതും നമ്മളിൽ നിലകൊള്ളുന്നുണ്ട്. ഈ ഇച്ഛകളാകുന്ന പ്രജകൾ ആത്മാവാകുന്ന രാജാവിനോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ദാഹം ഒരു ഇച്ഛയാണ്. ദാഹം എന്ന ഇച്ഛ ആത്മാവാകുന്ന രാജാവിനോട് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം ആവശ്യമുണ്ട്. ആത്മാവാകുന്ന രാജാവ് അത് അനുവദിക്കുമ്പോൾ അവൻ വെള്ളം കുടിക്കുന്നു. വിശപ്പ് ഒരു ഇച്ഛയാണ്. വിശപ്പെന്ന ഇച്ഛ പറയുന്നു, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം ആവശ്യമുണ്ട്. ആത്മാവാകുന്ന രാജാവ് അത് അനുവദിക്കുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നു. ഒരാളുടെ ലൈംഗികേച്ഛ പറയുന്നു, എനിക്ക് വ്യഭിചരിക്കണം. ആത്മാവാകുന്ന രാജാവ് അത് അനുവദിക്കുമ്പോൾ അവൻ വ്യഭിചരിക്കുന്നു. എന്തെല്ലാം ഈ അർത്ഥത്തിൽ മനുഷ്യനിൽ നിലനിൽക്കുന്ന ഇച്ഛകളാകുന്ന പ്രജകൾ ആത്മാവാകുന്ന രാജാവിനോട് എന്തെല്ലാം ആവശ്യപ്പെടുന്നുവോ അതെല്ലാം അനുവദിച്ചാൽ ഒരു മനുഷ്യൻ എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ താന്തോന്നിയായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ രാജാവ് യഥാർത്ഥത്തിൽ ഒരു നോക്കുകുത്തി മാത്രമായിട്ട് മാറുന്നു. അപ്പൊ സ്വാഭാവികമായും ശരീരമാകുന്ന രാജ്യത്തിൽ അരാജകത്വം ഉണ്ടാകുന്നു. ഒരു വ്യക്തി ജീവിതം യഥാർത്ഥത്തിൽ താറുമാറായി പോകുന്നു, അട്ടിമറിക്കപ്പെടുന്നു. ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ലെന്നും ഇച്ഛകളാകുന്ന പ്രജകളെ കടിഞ്ഞാണിടാൻ ആത്മാവാകുന്ന രാജാവിന് യഥാർത്ഥത്തിൽ പരിശീലനം വേണമെന്നുമാണ്. അതാകുന്നു വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു ആത്മാവെന്ന് പറയുന്നത്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസ്മരണകളുമായി വിശ്വാസി കാലം നയിക്കുമ്പോൾ
നമുക്കറിയാം ഏതാണ്ട് ഒരു 10 മണി സമയമൊക്കെ ആകുമ്പോഴേക്ക് ദാഹം എന്ന ഇച്ഛ വരും ഒരു നോമ്പുകാരന്. ദാഹം എന്ന ഇച്ഛ വന്നിട്ട് പറയും, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം ആവശ്യമുണ്ട്. ആ സന്ദർഭത്തിൽ ആത്മാവാകുന്ന രാജാവ് പറയുന്നു, തൽക്കാലം നിനക്കത് വേണ്ട. അതേപോലെ തന്നെ വിശപ്പ് വരും. അപ്പോൾ വിശപ്പെന്ന ഇച്ഛ പറയും, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം ആവശ്യമുണ്ട്. ആത്മാവാകുന്ന രാജാവ് പറയും, തൽക്കാലം നിനക്കത് വേണ്ട. എന്ന് പറഞ്ഞാൽ ഇച്ഛകളാകുന്ന പ്രജകളെ ആത്മാവാകുന്ന രാജാവ് കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആത്മാവാകുന്ന രാജാവിന്റെ ഭരണം ഉണ്ടാകുന്നു. ഇങ്ങനെ പരിശീലിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഏതു ഒരു ഇച്ഛകളെയും അരുതായ്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ അവന് യഥാർത്ഥത്തിൽ തന്നെ കഴിയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അനുഷ്ഠാനങ്ങൾ പോലും പഠിപ്പിക്കപ്പെട്ടത് മനുഷ്യപ്രകൃതമനുസരിച്ച് അവന്റെ സംസ്കരണത്തിന് വേണ്ടി. അങ്ങനെ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതമനുസരിച്ച് അവരെ സംസ്കരിക്കാനുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. ഈ അർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്ഥിതിയുടെ സംസ്കരണത്തിന് വേണ്ടി വളരെ ശക്തമായി അധ്യാപനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ മനസ്ഥിതിക്കപ്പുറത്ത് വ്യവസ്ഥിതിയെ കൂടി സംസ്കരിക്കാനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു. മനസ്ഥിതിയെ മാത്രമല്ല വ്യവസ്ഥിതിയെ കൂടി സംസ്കരിക്കണമെന്നാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, മനുഷ്യൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സംസ്കരിക്കപ്പെട്ടാൽ വ്യക്തി നന്നായാൽ കുടുംബങ്ങൾ നന്നാവും, കുടുംബം നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ രാഷ്ട്രം നന്നാവും, രാഷ്ട്രം നന്നായാൽ ലോകം നന്നാവും എന്ന സ്വഭാവത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യപ്പെടാറുണ്ട്. ആ പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ മനോഹരമാണെങ്കിലും അതിന്റെ ഉള്ളുകളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യഥാർത്ഥത്തിൽ വ്യക്തി നന്നായി എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും കുടുംബമോ സമൂഹമോ രാഷ്ട്രമോ ലോകമോ നന്നാവാൻ പോകുന്നില്ല. മനസ്ഥിതി നന്നായി എന്നതുകൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ തന്നെ മാനവ സമൂഹം സംസ്കരിക്കപ്പെടാൻ പോകുന്നില്ല. ഒരു ട്രാഫിക് നിയമത്തെ ഉദാഹരണമായിട്ട് എടുക്കുക. അങ്ങനെ ഒരു നിയമം ഇല്ല. അതിനു പകരം എല്ലാ ഡ്രൈവർമാരും നല്ല പ്രാക്ടീസുള്ള നല്ല ഡ്രൈവർമാരാണ്. അങ്ങനെ ഡ്രൈവർമാർ ഏറ്റവും നല്ല പ്രാക്ടീസുള്ള ഡ്രൈവർമാരാണ്. അങ്ങനെ അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളും സ്വന്തമായി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അപകടങ്ങൾ ഉണ്ടാവുകയില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതേസമയത്ത് ഒരു ട്രാഫിക് മേഖലയിൽ വന്നാൽ അവിടെ ട്രാഫിക് നിയമങ്ങളില്ലെങ്കിൽ ഈ ഡ്രൈവർമാർ എത്ര പ്രാക്ടീസ് ഉള്ളവരാണെങ്കിലും ശരി, എത്ര നല്ലവരാണെങ്കിലും ശരി, അവിടെ അപകടങ്ങൾ ഉണ്ടാവും. അതിന് കാരണം അവർ നല്ല പ്രാക്ടീസുള്ള ഡ്രൈവർമാരല്ലാത്തത് കൊണ്ടല്ല. അതിനു പകരം അത്തരം ഒരു മേഖലയിൽ വരുമ്പോൾ അവിടെ അവർക്ക് യഥാർത്ഥത്തിൽ ചില പൊതു നിയമങ്ങൾ ആവശ്യമാണ്. അവിടെ അവർ പാലിക്കേണ്ട ചില നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണം. ആ നിയമങ്ങൾ അവർ പാലിക്കണം. അപ്പോഴാകുന്നു അവിടെ ആക്സിഡന്റുകളില്ലാതെ യഥാർത്ഥത്തിൽ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. കാരണം അവരയഥാർത്ഥത്തിൽ ആ ഒരു മേഖലയിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, മറ്റ് പലരുമായി ഇടപഴകുന്ന ഒരു സന്ദർഭമാണ്. എന്നതുപോലെ മനുഷ്യൻ ജീവിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്താവശ്യമുണ്ട്? ഒരു പൊതു കേന്ദ്രത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ നിയമങ്ങൾ ആവശ്യമുണ്ട് എന്നതാണ്. ഒന്നുകൂടി വ്യക്തമാകാൻ മറ്റൊരു ഉദാഹരണം പറയാം. പലിശയിൽ അധിഷ്ഠിതമായ നിലവിലുള്ള നമ്മുടെ വ്യവസ്ഥിതിയിൽ ധർമ്മിഷ്ഠനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവപ്പെട്ട കച്ചവടക്കാരൻ പലിശയ്ക്ക് പണം കടമെടുത്ത് കച്ചവടം തുടങ്ങിയെന്ന് സങ്കല്പിക്കുക. ആ കച്ചവടം നിലനിന്ന് പോരണമെങ്കിൽ അയാൾ 3 കാര്യങ്ങൾ പാലിക്കണം. ഒന്ന്, അതിന്റെ ആസ്തി നിലനിർത്തണം. മറ്റൊന്ന്, ജീവിച്ചു പോവാൻ അല്പം ലാഭമെടുക്കണം. അതുപോലെ മുതലും പലിശയും മാസം മാസം തിരിച്ചടയ്ക്കണം. ഇത് 3ഉം കൂടി പരിഹരിക്കണമെങ്കിൽ അദ്ദേഹം അമിത ലാഭമെടുക്കാൻ നിർബന്ധിതനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്ഥിതി നല്ലതാണ്, പക്ഷേ ആ വ്യവസ്ഥിതി അദ്ദേഹത്തെ നന്നാവാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ മനുഷ്യന്റെ മനസ്ഥിതിയുടെ സംസ്കരണത്തിന് വേണ്ടി ഇടപെട്ടതുപോലെ വ്യവസ്ഥിതിയുടെ സംസ്കരണത്തിന് വേണ്ടിയും ഇടപെട്ടത്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഈ പ്രപഞ്ചമാകുന്ന യന്ത്രശാലയിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതിനൊക്കെയും കൃത്യമായ ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ചരാചരങ്ങളും കൃത്യമായി ആ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് വ്യവസ്ഥാപിതമായി, ഭദ്രമായി, കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവയൊക്കെ അത് പാലിക്കുന്നുണ്ട്. ആ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള നിയമങ്ങൾ പാലിക്കുന്നു എന്നതുകൊണ്ടാണ്. അതിന് ചെറിയ ഒരു ലളിതമായ ഉദാഹരണം നമുക്കിങ്ങനെ പറയാൻ പറ്റും. കാരണം മനുഷ്യരാകുന്ന നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടുകളും
മാരക രോഗങ്ങളും ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. മനുഷ്യൻ ബുദ്ധിപരമായി അവന്റെ കണ്ടെത്തലുകളിലൂടെ പലതും നേടിയിട്ടുണ്ട്, പല അത്ഭുതങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അവന്റെ രോഗങ്ങൾക്ക് കുറവില്ല, പട്ടിണിക്കും ദാരിദ്ര്യത്തിനും കുറവില്ല. പക്ഷെ അതേ സമയത്ത് മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ, കാട്ടിലും കടലിലുമൊക്കെ മനുഷ്യരല്ലാത്ത എത്രയെത്ര ജീവജാലങ്ങളുണ്ട്. അവയ്ക്കിടയിൽ പക്ഷെ നമുക്കിടയിലുള്ളതുപോലത്തെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ അനുഭവിക്കുന്നത് പോലത്തെ, നമ്മൾ വിതയ്ക്കുന്നുണ്ട്, കൊയ്യുന്നുണ്ട്, പക്ഷെ നമുക്കിടയിൽ ദാരിദ്ര്യം തീരുന്നില്ല. ഇവിടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷിമൃഗാദികൾ പക്ഷെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷെ അവയ്ക്കിടയിൽ നമുക്കിടയിലുള്ളതുപോലത്തെ ദാരിദ്ര്യമില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യപ്രകൃതമനുസരിച്ച് യഥാർത്ഥത്തിൽ തന്നെ ചില നിയമങ്ങളുടെ അഭാവം, വിഭവങ്ങളുടെ കുറവല്ല എന്നാണ്. പക്ഷിമൃഗാദികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷേ അവ കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല എന്ന്. മനുഷ്യൻ വിതയ്ക്കുന്നു, കൊയ്യുന്നു, പക്ഷെ അവൻ വെട്ടിപ്പിടിക്കുന്നു, വാരിക്കൂട്ടുന്നു. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതം. ഇത് നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഈ പ്രകൃതമുള്ള മനുഷ്യന്റെ ഇടയിൽ വേറെ ഒരു നിയമം യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടുക. പക്ഷിമൃഗാദികൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കിടയിൽ ആ അർത്ഥത്തിൽ അവയുടെ പ്രകൃതം അനുസരിച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അവ പാലിക്കുന്നുണ്ട്. അതിനർത്ഥം അതിന്റെ പിന്നിൽ ഒരു നിയമജ്ഞനുണ്ട്. ആ നിയമജ്ഞന്റെ നിയമം വളരെ യുക്തിഭദ്രമാണ്. അപ്പോൾ ഇവിടെ കാര്യം വളരെ കൃത്യമാണ്. ജീവജാലങ്ങൾ യഥാർത്ഥത്തിൽ അവയെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നു. ആ ജീവജാലങ്ങളെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് മനുഷ്യരാകുന്ന നമ്മളും പാലിക്കേണ്ടത് ആ സൃഷ്ടാവിന്റെ നിയമങ്ങൾ തന്നെയാണ് എന്നാണ്. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ചരാചരങ്ങളൊക്കെയും ഏതുപോലെ സൃഷ്ടാവായ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നുവോ അതുപോലെ മനുഷ്യ, നീയും നിന്റെ സൃഷ്ടാവായ ദൈവത്തെ അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്നാണ്. ആ വിധിവിലക്കുകൾ പക്ഷേ പക്ഷിമൃഗാദികൾക്ക് പ്രകൃതി തലത്തിൽ നൽകിയിരിക്കുന്നു. അവയെ സംബന്ധിച്ചിടത്തോളം ധർമ്മങ്ങൾ മാത്രമാണ് നിർവഹിക്കാനുള്ളത്. മനുഷ്യനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ധർമ്മബോധമുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അധർമ്മം നിർവഹിക്കാൻ കൂടി കഴിയുന്നു. അതുകൊണ്ടാണ് ഈ പ്രകൃതിയിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ജീവജാലങ്ങൾ സ്വാഭാവിക അർത്ഥത്തിൽ ജീവിച്ചു പോകുമ്പോൾ അതൊക്കെയും പ്രകൃതിയിൽ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മനുഷ്യൻ എവിടെ വഴിതെറ്റുന്നോ അവിടെയൊക്കെയും പ്രതികൂലമായ അവസ്ഥകൾ രൂപപ്പെടും. അല്ലേ, നമ്മൾ പ്രമാണങ്ങളും വേദങ്ങളും ഒന്നും നോക്കാതെ തന്നെ മനുഷ്യൻ ജീവിതത്തിൽ ചിലത് പാലിക്കേണ്ടതുണ്ട് എന്ന് പ്രകൃതിയിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അതിനുദാഹരണമാണ് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുക. ഈ പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവയൊക്കെയും തന്നെ സ്വതന്ത്രമായി ലൈംഗിക വീഴ്ച നടത്തുന്നു. ആരും അതിൽ ഇടപെടുന്നില്ല. ഒരു നിയന്ത്രണവും അവിടെ യഥാർത്ഥത്തിലില്ല. പക്ഷെ അവരങ്ങനെ നിർവഹിച്ചു ചെയ്തു പോകുന്നു എന്നതിന്റെ പേരിൽ ഈ പ്രകൃതിയിൽ ഒരു ദുരന്തവും ഉണ്ടാവുന്നില്ല. മാത്രമല്ല അത് പോസിറ്റീവായിട്ട് അവരുടെ വംശം നിലനിൽക്കുന്നു എന്ന അർത്ഥത്തിൽ പോസിറ്റീവായ പ്രതികരണമാണ്, അനന്തരഫലമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. അതിനർത്ഥം അവര് പോകുന്ന ആ പാത ശരിയാണ്. അതേസമയത്ത് മനുഷ്യൻ നിയന്ത്രണമില്ലാതെ കാലങ്ങളിലൂടെ നൽകപ്പെട്ട മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നിയന്ത്രണമില്ലാതെ ലൈംഗിക വീഴ്ച നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എയ്ഡ്സ് പോലത്തെ മാരകമായ രോഗങ്ങൾ കടന്നു വന്ന് അവന്റെ അസ്തിത്വത്തിന് തന്നെ അത് ഭീഷണിയായിട്ട് മാറുന്നു. അതിനർത്ഥം അവൻ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, ശരിയിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അനന്തരഫലം നന്മയായിരിക്കും. തെറ്റിലൂടെ പോകുമ്പോൾ അതിന്റെ അനന്തരഫലം തിന്മയുമായിരിക്കും. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ അതിന്റെ അനന്തരഫലമായി അവന്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കത്തക്ക വിധം മാരക രോഗങ്ങൾ കടന്നു വരുന്നു. അതിനർത്ഥം അവൻ ആ പോകുന്നത് ശരിയല്ല. അപ്പൊ അവിടെ ചില നിയന്ത്രണങ്ങൾ, ചില നിയമങ്ങൾ ആവശ്യമാണ്. ഈ നിയമങ്ങളാകുന്നു ജീവിതത്തിന്റെ മുഴുമേഖലകളിലും മനുഷ്യന് വേണ്ടി, അവൻ പാലിക്കാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ മാനവ സമൂഹത്തിന് നൽകപ്പെട്ടത് എന്നാണ്. അങ്ങനെ കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും, മുഹമ്മദ് നബി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകന് മുമ്പ് നിയോഗിക്കപ്പെട്ട ഈസാ നബി അല്ലെങ്കിൽ യേശു ക്രിസ്തു അതിനു മുമ്പ് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. അതുപോലെ തന്നെ മോശ പ്രവാചകൻ, ബൈബിളിൽ പറയുന്ന, അതുപോലെ തന്നെ അല്ലെ ഖുർആൻ പറയുന്ന മൂസാ നബി, അതുപോലെ അബ്രഹാം പ്രവാചകൻ അഥവാ ഇബ്രാഹിം നബി, ഇങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകന്മാരും ഓരോ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ പഠിപ്പിച്ചവരാണ്. അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ശ്രീരാമനെ പോലുള്ള, ശ്രീകൃഷ്ണനെ പോലുള്ള, ശ്രീബുദ്ധനെ പോലുള്ളവരൊക്കെയും ഒരു കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നിരിക്കാം. അവരിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെട്ട അടിസ്ഥാനങ്ങൾ പക്ഷെ പിൽക്കാലഘട്ടത്തിൽ മനുഷ്യന് ലഭ്യമാകാതക്ക വിധം പൗരോഹിത്യത്തിന്റെ ഇടപെടലുകളിലൂടെയും മറ്റ് പല കാരണങ്ങളിലൂടെയും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിത മാതൃകകളുടെ രേഖകൾ നമുക്ക് ലഭിക്കുകയില്ല. അതേസമയത്ത്
അന്ത്യപ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ തത്വങ്ങളുടെ പ്രായോഗിക മാതൃക ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്ക് നമുക്ക് ലഭ്യമാണ്. അത് ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോഴും അത് എവിടെയൊക്കെ മനുഷ്യൻ പാലിക്കുന്നുവോ അവിടെയൊക്കെയും കൃത്യമായി മനുഷ്യത്വത്തിന്റെ താല്പര്യങ്ങൾ പുലരുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മനസ്ഥിതിയുടെ സംസ്കരണത്തിന് വേണ്ടി മാത്രമല്ല വ്യവസ്ഥിതിയുടെ സംസ്കരണത്തിന് വേണ്ടിയും നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകി. അല്ലെ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. നേരത്തെ സൂചിപ്പിച്ചു, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് ആ മേഖലകളിൽ കൃത്യമായ ചില നിയമങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലെ, പ്രവാചകൻ പഠിപ്പിച്ചു. അല്ലെ, മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാൻ പറ്റും വ്യത്യസ്തമായ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി വർണ്ണവിവേചനത്തിന്റെയും ജാതീയതയുടെയും ഒക്കെ പേരിൽ മനുഷ്യനിലെ പല തട്ടുകളിൽ തരംതിരിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ പറ്റും. പക്ഷേ ദൈവം ഏകനാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അതേ കൂട്ടത്തിൽ പഠിപ്പിച്ചു മനുഷ്യനും ആ ഏകനായ ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് സമന്മാരാണ്. ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് മനുഷ്യൻ എന്ന് പറയുന്ന ആ തത്വത്തെ, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് മനുഷ്യൻ. അല്ലെ, അറബി അനറബിയേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും ധർമ്മബോധമുള്ളവനാണ് എന്ന് ഒരു തത്വം എന്ന നിലയ്ക്ക് പഠിപ്പിക്കുക മാത്രമല്ല പ്രവാചകൻ ചെയ്തത്, അതിനെ പ്രയോഗവൽക്കരിക്കുക കൂടി ചെയ്തതായി കാണാൻ പറ്റും. എന്നാൽ പ്രവാചകന്റെ ചരിത്രത്തിൽ ഈ ധാർമ്മികമായ സന്ദേശങ്ങളുമായി സമൂഹത്തെ അഭിമുഖീകരിച്ചപ്പോൾ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ദേശത്യാഗം ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ പിന്നീട് വീണ്ടും അവിടേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് മക്ക വിജയം എന്ന പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. ആ വിജയം പ്രഖ്യാപിക്കാൻ വേണ്ടി കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആ വിജയം പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രവാചകൻ തന്റെ അനുയായികളിൽ നിന്ന് ബിലാലിനെ തിരയുകയാണ്. എന്നുവെച്ചാൽ പ്രവാചകന്റെ സദസ്സിൽ കറുത്തവരും വെളുത്തവരുമായ മുൻകാലത്ത് അടിമകളായി ജീവിച്ചിരുന്ന നീഗ്രോ വിഭാഗത്തിൽപ്പെട്ടിരുന്ന, അതേസമയത്ത് ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട വെളുത്ത ആളുകൾ മുതൽ വ്യത്യസ്ത തലങ്ങളിലുള്ളവരൊക്കെയും ആ സദസ്സിലുണ്ട്, ആ ഒരു ജനക്കൂട്ടത്തിലുണ്ട്. അതിനിടയിൽ നിന്ന് പ്രവാചകൻ ബിലാലിനെ തിരയുകയാണ്. ബിലാൽ എന്ന് പറയുന്നത് ഒരു എത്യോപ്യൻ അടിമയായ കാക്കയെപ്പോലെ കറുത്തിരണ്ട ഒരു നീഗ്രോ വംശജനായ മനുഷ്യനാണ്. എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നു കഅബാലയത്തിന്റെ മുകളിൽ ഇട്ട് ബാങ്ക് വിളിക്കാൻ. പക്ഷെ അദ്ദേഹം അസ്വസ്ഥനാകുന്നു. അതിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കാൻ കാരണം അവിടെ മഹാന്മാരായ ഒരുപാട് ആളുകളുണ്ട്. ഉമറിനെ പോലുള്ള അബൂബക്കറിനെ പോലുള്ള പല പല മഹാന്മാരുമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇത് പ്രഖ്യാപിക്കാൻ ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പ്രവാചകൻ പ്രേരിപ്പിക്കുന്നു, സഹോദര അതിന്റെ മുകളിൽ കയറണം. അങ്ങനെ കയറ്റാൻ ശ്രമിക്കുന്നു, കഴിയുന്നില്ല. അപ്പോൾ പ്രവാചകൻ തന്റെ കൈ അതിൽ വെച്ചുകൊടുത്തുകൊണ്ട് അതിൽ ചവിട്ടിക്കയറാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചവിട്ടിക്കയറാൻ ശ്രമിക്കുന്നു, എന്നിട്ടും എത്തുന്നില്ല. അപ്പോൾ പ്രവാചകൻ തന്റെ ചുമല് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാക്കയെപ്പോലെ കറുത്തിരുണ്ട ബിലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വെളുത്തു തുടുത്ത പ്രവാചകന്റെ ചുമലിൽ ചവിട്ടിയിട്ട് കഅബാലയത്തിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ വർണ്ണവിവേചനത്തിന്റെ ജാതീയതയുടെ മതിൽക്കെട്ടുകൾ ചവിട്ടിപ്പൊളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ആ പ്രഖ്യാപനം നടക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മളുടെയൊക്കെ നാട്ടിൽ പട്ടിക്കും പൂച്ചയ്ക്കും സ്വതന്ത്രമായി നടക്കാവുന്ന വഴിയിലൂടെ ഒരു താഴ്ന്ന ജാതിക്കാരന് നടക്കാൻ പറ്റാത്ത ഒരു കാലമായിരുന്നു എന്നറിയണം. എന്നു മാത്രമല്ല, എന്നും താഴേക്കടയിലുള്ളവൻ ആട്ടിയോടിക്കപ്പെട്ടിരിക്കുന്നത് ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നാണ് അകറ്റപ്പെട്ടിരുന്നത്. ഇവിടെ പക്ഷേ സംഭവിക്കുന്നതോ ഏറ്റവും മുഖ്യ ആരാധനാലയത്തിന്റെ മുകളിലേക്കാകുന്നു ഒരു കറുത്ത മനുഷ്യനെ പിടിച്ചു കയറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ എന്നും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ സമൂഹത്തിൽ പ്രവാചകനിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഏകത്വം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യരിൽ അവരുടെ ഉള്ളിൽ മുൻകാല ജീവിതത്തിന്റെ ചില ജീർണതകളൊക്കെ ഈ വിഷയത്തിൽ നിലനിന്നിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് മാറ്റിക്കളഞ്ഞത്, ഇസ്ലാം എങ്ങനെയാണ് അതിനെ മാറ്റിയെടുത്തത് എന്നതിന്റെ ഒക്കെ ചരിത്രം നമുക്ക് കാണുവാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ് ബിലാൽ എന്ന് പറയുന്ന, ഈ സൂചിപ്പിച്ച ബിലാൽ എന്ന് പറയുന്ന ഈ പ്രവാചകന്റെ അനുയായിയും, അതേപോലെ തന്നെ അബൂദർ ഗിഫാരി എന്ന് പറയുന്ന ഗിഫാരി ഗോത്രത്തിൽപ്പെട്ട വെളുത്തവനായ ഈ സഹാബിയും പ്രവാചകന്റെ അനുയായിയും ഒരിക്കൽ എന്തോ ഒരു വിഷയത്തിൽ തർക്കമുണ്ടാവുകയാണ്. ആ തർക്കമുണ്ടായ സന്ദർഭത്തിൽ ദേഷ്യം വന്നപ്പോൾ അബൂദൽ ഗിഫാരി എന്ന് പറയുന്ന ഗിഫാരി ഗോത്രത്തിൽപ്പെട്ട സവർണനായ അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി കറുത്തവളുടെ പുത്ര എന്ന നിലയ്ക്ക്, അറിയാതെ അങ്ങനെ വിളിച്ചുപോയി എന്നാണ്. ആ സന്ദർഭത്തിൽ ബിലാൽ വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ട്, മാനസികമായി വിഷമം അനുഭവിക്കുന്നുണ്ട്.
പക്ഷേ ഈ വിവരം പ്രവാചകൻ അറിയുകയാണ്. ഈ വിവരം പ്രവാചകൻ അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ അബൂദർ ഗിഫാരിയെ വിളിച്ചു. അബൂദർ ഗിഫാരിയെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു, അല്ല അബൂദറെ, ആ ജാഹിലിയത്തിൽ നിന്ന് ഇനിയും പൂർണ്ണമായിട്ട് ഇസ്ലാമിൽ പ്രവേശിക്കാനായില്ലേ? ഇത് കേട്ട അബൂദർ ഗിഫാരി അസ്വസ്ഥനാവുകയും മനം നൊന്ത് വേദനിച്ചുകൊണ്ട് അദ്ദേഹം നേരെ പോകുന്നത് ബിലാലിന്റെ അടുത്തേക്കാണ്. അങ്ങനെ ബിലാലിന്റെ അടുത്ത് ചെന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാലിനോട് പറയുന്നു, ബിലാലെ, നീ എന്റെ മുഖത്ത് ചവിട്ടണം. എന്നിട്ട് മുഖം ചായച്ചു പിടിക്കുകയാണ്. ബിലാലെ, നീ എന്റെ മുഖത്ത് ചവിട്ടണം, അല്ലാതെ എന്റെ മുഖം ഇവിടുന്ന് പൊക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഖം ചായച്ചു പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചത് ദൈവത്തെ യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണതയിൽ ദൈവത്തിന്റെ അധ്യാപനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാത്തതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇത് ബോധ്യപ്പെട്ട ആ മനുഷ്യൻ വല്ലാതെ അസ്വസ്ഥനാവുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഈ സ്വഭാവത്തിൽ മാനവ സമൂഹത്തെ മുഴുവനും കറുപ്പും വെളുപ്പും എന്നത് ഔന്നത്യത്തിന്റെ അതുപോലെ തന്നെ നീചത്വത്തിൻ്റെതായ അടയാളം എന്ന അർത്ഥത്തിൽ നിലനിൽക്കുമ്പോൾ അതിനെ മായിച്ചു കളഞ്ഞുകൊണ്ട് മാനവ സമൂഹത്തെ മുഴുവനും ഒന്നായി കണ്ടുകൊണ്ട് ദൈവം ഒന്നാണ്, മനുഷ്യനും ആ അർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഒന്നാണ് എന്ന യാഥാർത്ഥ്യം അവിടെ പഠിപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും അത് എവിടെയൊക്കെ മനുഷ്യൻ പാലിക്കുന്നുവോ അവിടെയൊക്കെയും സ്വാഭാവികമായിട്ടും ധർമ്മം പുലരുന്നതായിട്ട്, മനുഷ്യത്വത്തിന്റെ താല്പര്യങ്ങൾ പുലരുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് കാണുവാൻ പറ്റും ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ, ഇപ്പൊ സാമ്പത്തികമായ മേഖലയിൽ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടുകളും ഒക്കെ നിലനിൽക്കുമ്പോൾ ഈ പറയുന്ന ദാരിദ്ര്യത്തിന്റെയും അതുപോലെ തന്നെ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സാമ്പത്തിക അസമത്വത്തിന്റെയും ഒക്കെ കാരണം യഥാർത്ഥത്തിൽ വിഭവങ്ങളുടെ കുറവല്ല എന്നാണ്. അതേസമയത്ത് നിലവിലുള്ള വിഭവങ്ങൾ ഏതാനും ചില ആളുകളിൽ അല്ലെങ്കിൽ ഏതാനും ചില വിഭാഗങ്ങളിൽ കുമിഞ്ഞുകൂടുന്നു എന്നതാകുന്നു പ്രശ്നം. ഈ പറയുന്ന മേഖലകളിലേക്ക് ദൈവത്തിന്റെ പ്രവാചകനിലൂടെ മാനവ സമൂഹത്തിന് മാർഗദർശനം നൽകിയിട്ടുണ്ട് എന്നാണ്. ആ മേഖലയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെ മനുഷ്യന്റെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന സംവിധാനത്തെ, ഇന്നിപ്പോ നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നമ്മളുടെ സംവിധാനം അനുസരിച്ച് സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കുമിഞ്ഞുകൂടത്തക്ക വിധത്തിലുള്ള സംവിധാനമാണ് നിലനിൽക്കുന്നത്. പലിശയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ക്രമം അത് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുക. അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നം വളരെ ഗുരുതരമാണ്. ആ വിഷയത്തിൽ ഇടപെട്ടു പ്രവാചകൻ ആ പലിശയെ യഥാർത്ഥത്തിൽ വിലക്കുകയാണ്, അതിനെ നിരോധിക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, പലിശയ്ക്ക് അനവധി ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ ഇനവുമായി ബന്ധപ്പെടുന്നത് സ്വന്തം മാതാവിനെ 40 വട്ടം വിഭജിക്കുന്നതിന് തുല്യമാണ്. വ്യഭിചാരം നീചമാണ്, മാതാവിന് വ്യഭിചാരം ഏറ്റവും നീചമാണ്. പലിശയിൽ ഏറ്റവും ചെറുത് മാതാവിനെ 40 വട്ടം വിഭജിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കർക്കശമായിട്ട് അതിനെ വിലക്കുകയാണ്. അങ്ങനെ പലിശരഹിതമായ ഒരു സാമ്പത്തിക ക്രമത്തെക്കുറിച്ചുള്ള അധ്യാപനം, പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തുടങ്ങി ആ മേഖലകളിലൊക്കെ വ്യത്യസ്തമായ തലത്തിൽ എന്തെല്ലാം സാമ്പത്തിക മേഖലകളിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെയും ദൈവിക അധ്യാപനം അനുസരിച്ച് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന അവിടെ വെച്ച് അവസാനിപ്പിക്കുകയല്ല, പിന്നെയും ഇടപെടുന്നു. പലിശ എന്ന് പറയുന്നതിനെ നിരോധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ കൂട്ടത്തിൽ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അത് നിർബന്ധമാക്കുകയും ചെയ്യുന്നു. സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവനെ സമ്പന്നര് കൊടുക്കുന്ന ഔദാര്യം എന്ന നിലയ്ക്കല്ല, ധനവാന്റെ ധനത്തിൽ ദരിദ്രന് ഒരു അവകാശമുണ്ട് എന്നാണ്. അതവന്റെ അവകാശമാണ്, അതവന് വകവെച്ച് കൊടുക്കണമെന്നാണ്. ഒരു നിശ്ചിത ആസ്തി വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ നിശ്ചിത തുക അവൻ യഥാർത്ഥത്തിൽ നൽകേണ്ടത്, അത് അവന്റെ അവകാശമാണ്. അപ്പൊ ഈ പലിശയും സക്കാത്തും തമ്മിലുള്ള അന്തരം, പലിശ എന്ന് പറയുന്നത് പാവപ്പെട്ടവനിൽ നിന്ന് പണക്കാരനിലേക്ക് മാത്രം പോകുന്ന ഒന്നാണ്. സക്കാത്ത് എന്ന് പറയുന്നതോ പണക്കാരനിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക് മാത്രം വരുന്ന ഒന്നാണ്. അപ്പോൾ പാവപ്പെട്ടവനിൽ നിന്ന് പണക്കാരനിലേക്ക് ഒഴുകുന്ന പലിശ എന്ന സംവിധാനത്തെ നിഷിദ്ധമാക്കുകയും അതിനെ തടയിടുകയും, എന്നാൽ സമ്പന്നനിൽ നിന്ന് സമ്പത്ത് ദരിദ്രനിലേക്ക് ഒഴുകുന്ന സക്കാത്തിനെ അത് നിർബന്ധമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുമിഞ്ഞുകൂടുന്ന സംവിധാനത്തെ അത് യഥാർത്ഥത്തിൽ മാറ്റിയെടുക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ പറ്റും. മാത്രമല്ല ഈ ഒരു സ്വഭാവത്തിൽ അത് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്ന
അല്ലെ, പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ വ്യവസ്ഥ മുമ്പിൽ വെക്കുന്ന ആശയത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് നമ്മളുടെ മുമ്പിൽ മുതലാളിത്തം എന്നും കമ്മ്യൂണിസം എന്ന പേരിലുമൊക്കെ വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, ആ വ്യത്യസ്തമായ സാമ്പത്തിക സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ ഇത് വ്യത്യസ്തമായിരിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ഇത് എത്രത്തോളം പ്രസക്തമായിരിക്കുന്നു എന്ന് നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ കമ്മ്യൂണിസത്തിനൊരു നിലപാടുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ സോഷ്യലിസത്തിന്റെ ഒരു നിലപാടനുസരിച്ച് സമ്പത്തിന്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണ്. അതേസമയത്ത് മുതലാളിത്തത്തിന്റെ ഒരു നിലപാടുണ്ട്, അതനുസരിച്ച് സമ്പത്തിന്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് വ്യക്തികൾക്കാണ്. ഈ രണ്ട് പറയുന്ന സമീപനത്തിനും ഗുണവും അതിൻ്റെതായ ദോഷവുമുണ്ട്. കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ വ്യക്തികളെ പരിഗണിക്കുന്നില്ല, അതേസമയത്ത് സമൂഹത്തെ അത് പരിഗണിക്കുന്നുണ്ട്. മുതലാളിത്തം പക്ഷേ വ്യക്തികളെ പരിഗണിക്കുന്നു, പക്ഷേ സമൂഹത്തെ അത് പരിഗണിക്കുന്നില്ല. ഇതിന് രണ്ടിനും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട് അല്ലെ. വ്യക്തികളെ അവഗണിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഒരു കാലത്ത് ഏതാണ്ട് ഒരു 70 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് വമ്പിച്ച ദാരിദ്ര്യമായിരുന്നു അല്ലെ, വമ്പിച്ച ദാരിദ്ര്യമായിരുന്നു. ഇത് ഒന്നിച്ച് സംഭവിക്കാനുള്ള കാരണം അതിന്റെ പ്രകൃതമനുസരിച്ച്, കാരണം ഓരോ വ്യക്തിക്കും സ്വന്തമാണെങ്കിൽ അത് കൂടുതൽ താല്പര്യത്തോടു കൂടി മനുഷ്യൻ പരിഗണിക്കും, പൊതുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അലസമായിട്ടിടും. അതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയും പൊതുസ്ഥാപനങ്ങൾ കാര്യക്ഷമത കുറയുകയും ചെയ്യുന്നത്. അത് സാധാരണ മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ഈ പ്രകൃതത്തെ അടിച്ചമർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുക ഉൽപാദന രംഗത്ത് വമ്പിച്ച് കുറവുണ്ടാവുക, അങ്ങനെ ദാരിദ്ര്യം ഉണ്ടാവുക. അവിടെ എന്ത് സംഭവിക്കുന്നു? വമ്പിച്ച ദാരിദ്ര്യം ഉണ്ടാവാൻ അത് കാരണമായി തീർന്നു എന്നാണ്. കാരണം അവിടെ വ്യക്തികൾ അവഗണിക്കപ്പെട്ടു അല്ലെ. ഓരോരുത്തരും അവനവന്റെ കഴിവിനനുസരിച്ച്, ഓരോരുത്തർക്കും അവനവന്റെ ആവശ്യത്തിനനുസരിച്ച് എന്നാണ് അത് പഠിപ്പിക്കപ്പെട്ടത്. പക്ഷെ അവിടെ സംഭവിച്ചതോ ഓരോരുത്തരും അവനവന്റെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചു, പക്ഷെ കഴിവിനനുസരിച്ച് ചെയ്തില്ല. അതുകൊണ്ടാണ് ആ പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടായത്. കാരണം അതിന്റെ പ്രകൃതം അങ്ങനെയാണ്. അതേസമയത്ത് അവിടെ വ്യക്തിയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. കാരണം അത് പൊതു അർത്ഥത്തിൽ അല്ലെ, മൊത്തം ദാരിദ്ര്യവും മറ്റും നിലവിലുള്ള സമ്പത്ത് പൊതുവായി സമൂഹത്തിൽ വിതരണം ചെയ്യപ്പെടുക എന്ന ഒരു സമീപനം, പൊതു സമൂഹത്തെ പരിഗണിക്കുക എന്ന ഒരു ഗുണപരമായ മൂല്യം അതിൽ കിടക്കുന്നുണ്ട്. അതേസമയത്ത് ഇങ്ങനെ ഒരു ദോഷവും കിടക്കുന്നു. അതേസമയത്ത് മുതലാളിത്തത്തിന്റെ ഒരു കാഴ്ചപ്പാടിലാകട്ടെ അത് വ്യക്തികൾ അവിടെ പരിഗണിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുതലാളിത്ത രാഷ്ട്രങ്ങളിലൊക്കെ വമ്പിച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും, ഉൽപാദനം അമിതമാവുകയും അങ്ങനെ സാധനങ്ങളുടെ വില കുറഞ്ഞപ്പോൾ ആ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെ ഉരുളക്കിഴങ്ങ് പോലത്തെ ഗോതമ്പ് പോലത്തതൊക്കെ അല്ലെ കടലിൽ കൊണ്ടുപോയി തട്ടുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന്. ആ ഒരവസ്ഥ വരെ ഉണ്ടായി. കാരണം ഉൽപാദനം വർദ്ധിച്ചു എന്നതുകൊണ്ട്. കാരണം വ്യക്തികൾ പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ഉപയോഗപ്പെടുത്തും. പക്ഷെ അവിടെ സമൂഹം പരിഗണിക്കപ്പെടുകയില്ല. ആരെത്ര കഷ്ടപ്പാടും പ്രയാസങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കുന്നിടത്ത് അത് ഇടപഴകുകയില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് വ്യക്തികൾ പരിഗണിക്കപ്പെടുക എന്നൊരു ഗുണപരമായ വശം അതിനുണ്ട്. പക്ഷേ സമൂഹം അവഗണിക്കപ്പെടുക എന്ന ദോഷകരമായ ഒരു വശം അതിന് കിടക്കുന്നു. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലാകട്ടെ വ്യക്തികൾ അവഗണിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ദോഷവശം നിൽക്കുന്നു. അതേസമയത്ത് സമൂഹം പരിഗണിക്കപ്പെടുക എന്ന ഗുണപരമായ ഒരു വശം നിലനിൽക്കുന്നു. അങ്ങനെ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമികമായ ആശയത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രയും സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു നിശ്ചിത ആസ്തി എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണമെന്നാണ്. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വ്യക്തിയും പരിഗണിക്കപ്പെടുന്നു, അതോടൊപ്പം സമൂഹവും പരിഗണിക്കപ്പെടുന്നു എന്നതാണ്. അപ്പോൾ മാനവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സാമ്പത്തിക മേഖലയിലെ ഒരു കൃത്യമായ നിർദ്ദേശം, ഒരു കൃത്യമായ വ്യവസ്ഥ അവിടെ പഠിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ അർത്ഥത്തിൽ ഈ കാഴ്ചപ്പാടിനെ ഒരു സമൂഹം ഏറ്റെടുത്ത് നടപ്പിലാക്കിയപ്പോഴാണ് ഇതിലെ സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലാത്ത സമൂഹം സൃഷ്ടിക്കപ്പെട്ടത്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഖലീഫ ഉമറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ സക്കാത്ത് വിതരണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പോകുന്നു, പക്ഷേ അത് വാങ്ങുവാൻ ആളില്ലാതെ വീണ്ടും അത് പൊതുഖജനാവിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു. ഇന്നും നമുക്കറിയാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ അന്ന് പഠിപ്പിച്ച ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള ബാങ്കിങ് സംവിധാനം ഇപ്പൊ നമ്മുടെ നാട്ടിലും കേരളത്തിലുമൊക്കെ അത് യഥാർത്ഥത്തിൽ ചർച്ചയാവുകയും അത് മുമ്പോട്ട് പോകാനുള്ള അനുവാദം ഗവൺമെന്റ് തന്നെ നൽകുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ വളരെ പ്രസക്തമായ മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ തന്നെ അത് പരിഹരിക്കുന്നതിനുള്ള കൃത്യമായ നിയമ നിർദ്ദേശങ്ങൾ എല്ലാ മേഖലകളിലും നൽകപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും.
വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോരോ തുറകളിലും ഓരോരോ തലങ്ങളിലും ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നൽകപ്പെട്ടിട്ടുള്ള ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പാലിക്കണമെന്നും പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും വളരെ ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്ത് മനുഷ്യൻ ഈ ലോകത്ത് അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കും. അതുമാത്രമല്ല, ഈ ലോക ജീവിതം മാത്രമല്ല ജീവിതം എന്നാണ്. പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട അധ്യാപനത്തിന്റെ ഒരു അടിസ്ഥാനമാണ് ഈ ലോക ജീവിതം എന്നത് ഒരു പരീക്ഷണമാണ്. ഇത് നിരീക്ഷണത്തിന് വിധേയമാണ്. ഈ പരീക്ഷണ ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ നിയമങ്ങൾ പാലിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് ധിക്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. അതനുസരിക്കാനും ധിക്കരിക്കാനും അവന് കഴിയും. അപ്പോൾ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ടതായ കുറെ മര്യാദകൾ എന്തൊക്കെ എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അവന്റെ അന്നപാനീയങ്ങളിൽ മുതൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ തുടങ്ങി ഓരോ മേഖലകളിലും പാലിക്കേണ്ട മര്യാദകൾ, അവന്റെ ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും അവന്റെ നോട്ടത്തിലും സംസാരത്തിലും തുടങ്ങി എല്ലാ തലങ്ങളിലും പാലിക്കേണ്ട മര്യാദകൾ. മലമൂത്ര വിസർജന രംഗത്ത് മുതൽ നഖം വെട്ടുന്നിടത്ത് തുടങ്ങി ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ മനുഷ്യന് നിയമങ്ങൾ ആവശ്യമുണ്ടോ അവിടെയൊക്കെയും അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണ് മാനവ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ധർമ്മം പുലരുക. അപ്പോൾ പ്രവാചകൻ മാനവ സമൂഹത്തിൽ ആത്മീയത പഠിപ്പിച്ചത്, പ്രവാചകൻ ദൈവികമായ അധ്യാപനങ്ങൾ പഠിപ്പിച്ചത് ജീവിതഗന്ധിയായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. സാധാരണ ഇന്ന് ആത്മീയത എന്ന് പറയുന്നത് വേറെന്തോ എന്നായിട്ട് ഒരു സ്വഭാവത്തിലാണ് ആളുകൾ ഇന്ന് ആത്മീയതയെ കാണുന്നത്. അത് ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും അതിന് എന്തൊക്കെയോ ചില ഹാവഭാവങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് ആത്മീയതയെ കാണുന്നു. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ആത്മീയത ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. പുരോഹിതന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ആത്മീയതയ്ക്ക് അങ്ങനെ ഒരു മുഖം വന്നിരിക്കുന്നു. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ പച്ചവെള്ളത്തിൽ എണ്ണ ഒഴിച്ചതുപോലെയാണ് പുരോഹിതന്മാർ പഠിപ്പിച്ച ആത്മീയത. അതൊരിക്കലും വെള്ളവുമായി കൂടിച്ചേരുകയില്ല. ഭൗതികതയാകുന്ന വെള്ളവുമായി, ഭൗതിക ജീവിതവുമായ വെള്ളവുമായി ആത്മീയതയാകുന്ന എണ്ണ ചേർക്കുകയില്ല, അത് വേറിട്ട് തന്നെ നിൽക്കും. പക്ഷേ പ്രവാചകന്മാർ പഠിപ്പിച്ച ആത്മീയതയാകട്ടെ ഭൗതികതയാകുന്ന പച്ചവെള്ളത്തിൽ ശുദ്ധമായ തേനൊഴിച്ചതുപോലെയാണ്. അതിൽ അങ്ങോട്ട് ലയിച്ച് അതതിന്റെ ഓരോ അംശങ്ങളിലും ചേർന്ന് അതിനെ മധുരതരമാക്കും എന്നതാണ്. ഈ പറയുന്ന ഒരു ആത്മീയതയാണ് ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ആ ആത്മീയത എന്ന് പറയുന്നത് ദൈവവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, സൃഷ്ടാവും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ സൃഷ്ടികളോട് മനുഷ്യന് കടപ്പാടുണ്ട്. പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അല്ലെ, സൃഷ്ടികളോടുള്ള കടപ്പാട്. പ്രവാചകനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? ഉടനെ തന്നെ പ്രവാചകന്റെ മറുപടി, നിനക്ക് നിന്റെ മാതാവിനോടാണ്. പിന്നീടും അതിനുശേഷം പിന്നെയും ചോദിക്കുന്നു, അതിനുശേഷം പിന്നെ ആരോടാണ് കടപ്പാടുള്ളത്? അപ്പോഴും പറയുന്നു നിന്റെ മാതാവിനോടാണ്. മൂന്നാമത് ചോദിച്ചപ്പോഴും പറഞ്ഞു നിന്റെ മാതാവിനോടാണ്. നാലാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ പിതാവിനോടാണ്. അപ്പൊ ആദ്യത്തെ 3 തവണയും ആവർത്തിച്ച് പ്രവാചകൻ പറയുന്നു, ജീവിച്ചിരിക്കുന്നവരിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് നൊന്ത് പ്രസവിച്ച മാതാവിനോടാണ്. ഇവിടെയും അവസാനിക്കുന്നില്ല. പ്രവാചകൻ പറയുന്നത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുള്ളവൻ സത്യവിശ്വാസിയില്ല എന്നാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുള്ളവൻ സത്യവിശ്വാസിയില്ല. ആ പറഞ്ഞതിനർത്ഥം ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്ന് പറയാനല്ല, കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നില്ല. അതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അവന്റെ സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസിയല്ല എന്നാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുള്ള ദൈവവിശ്വാസി അല്ല എന്നത് ഒരു വലിയ പ്രഖ്യാപനമാണ്. ഒരു റഷ്യൻ ചിന്തകൻ ആത്മീയതയെ വിശകലനം ചെയ്തപ്പോൾ സൂചിപ്പിച്ചു, എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് തികച്ച ഭൗതികമായ ഒരു കാര്യമാണ്. പക്ഷെ എന്റെ അയൽവാസിക്ക് വിശക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുകയും ആ വിശപ്പ് പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ അതാവുന്നു ആത്മീയതയാണ്. ഇത് തന്നെയാണ് പ്രവാചകന്മാർ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊണ്ട് സത്യവിശ്വാസിയല്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. ഈ പറയുന്ന ആത്മീയതയാണ് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നമുക്ക് പള്ളികളുടെയും ചർച്ചകളുടെയും ക്ഷേത്രങ്ങളുടെയും കുറവില്ല. അവിടെയൊന്നും ആരാധകരുടെ എണ്ണത്തിനും ഒരു കുറവുമില്ല. അതേ സന്ദർഭത്തിൽ പ്രവാചകന്മാരോട് പഠിപ്പിക്കപ്പെട്ട ഈ ജീവിതഗന്ധിയായ ആത്മീയതയായ ഈ കാലഘട്ടത്തിൽ മാനവ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പഠിപ്പിക്കപ്പെട്ട ആ ആത്മീയതയെ
മനുഷ്യൻ വീണ്ടെടുക്കുമ്പോൾ, അവൻ തിരിച്ചു പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അധർമ്മം നിറഞ്ഞ ജനതയിൽ ധർമ്മം പുലരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെ പ്രവാചകൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നിയമങ്ങൾ നൽകിക്കൊണ്ട് കാട്ടറബികളാകുന്ന ഒരു ജനതയെ 23 വർഷങ്ങൾ കൊണ്ട് സംസ്കരിച്ചെടുക്കുകയാണ്, ഒരു മാതൃകാ സമൂഹമാക്കി മാറ്റുകയാണ്. അങ്ങനെ മദ്യപാനമില്ലാത്ത, വ്യഭിചാരമില്ലാത്ത, ചൂതാട്ടമില്ലാത്ത, ജാതീയ വർഗീയമായ അവസ്ഥകളില്ലാത്ത ഒരു നല്ല സമൂഹത്തെ, ഒരു ജനതയെ പ്രവാചകൻ വാർത്തെടുക്കുന്നു. അപ്പോൾ അധർമ്മത്തിൽ അണ്ടുകിടന്ന ഒരു ജനത പ്രവാചകന്റെ അധ്യാപനം ഉൾക്കൊണ്ടു വന്നപ്പോൾ ആ അധർമ്മങ്ങളിൽ നാം മുക്തമായിട്ട് മാറുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ മാനവ സമൂഹത്തെ പഠിപ്പിച്ച അടിസ്ഥാന അധ്യാപനങ്ങളിൽപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളിൽ ഒന്ന്, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ഏകനായ ആ സ്രഷ്ടാവായ ദൈവത്തെക്കുറിച്ച്, ആ സ്രഷ്ടാവിന്റെ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് അവനിൽ കീഴൊതുങ്ങി ജീവിക്കണം എന്നുള്ള ഒന്നാമത്തെ സന്ദേശം. ഇതേപോലെ ആ ദൈവത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട നിരവധി പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടെന്നും അങ്ങനെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഇതാ അവസാനത്തെ പ്രവാചകനാകുന്നു ഞാൻ എന്ന് ആ സമൂഹത്തോട് ആ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകൻ പിന്നെയും ആ സമൂഹത്തോട് പറഞ്ഞു, ഈ ലോക ജീവിതം ഒരു പരീക്ഷണമാണ്, ഇത് നിരീക്ഷണത്തിന് വിധേയമാണ്. തീർച്ചയായും മരണാനന്തരം നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു ജീവിതം ഇതാ വരാനിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടു. ഈ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പ്രവാചകൻ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ, ആ സമൂഹം അത് ഏറ്റെടുത്തപ്പോൾ, അധർമ്മം നിറഞ്ഞ ഒരു ജനതയിൽ സ്വാഭാവികമായിട്ടും ധർമ്മം രൂപപ്പെട്ടു വരികയാണ്. തിന്മയിൽ നിന്ന് ആ സമൂഹം നന്മയിലേക്ക് കടന്നു വരികയാണ്. ഇനി നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരുന്നില്ല എങ്കിൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകനായ ഒരു ദൈവം ഒരു യാഥാർത്ഥ്യമായിരുന്നില്ലെങ്കിൽ, അങ്ങനെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന കാര്യം ശരിയായിരുന്നില്ലെങ്കിൽ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു ജീവിതമുണ്ട്, പിന്നെയും അവന് ഒരു ജീവിതമുണ്ട് എന്ന കാര്യം, അഥവാ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന കാര്യം ഒരു യാഥാർത്ഥ്യമായിരുന്നില്ലെങ്കിൽ, ആ കാലഘട്ടത്തിൽ സ്വന്തം ജനതയോട് ഏറ്റവും കൂടുതൽ കളവ് പറഞ്ഞ് നടന്ന മനുഷ്യൻ ആരായിരിക്കും? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ സ്വന്തം ജനതയോട് ഏറ്റവും കൂടുതൽ കളവ് പറഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ മുഹമ്മദ് നബി ആയിരിക്കും. ഇതൊക്കെ ഇല്ലാത്തതാണെങ്കിൽ യഥാർത്ഥത്തിൽ കളവാണ് പ്രവാചകൻ പറഞ്ഞത്. എങ്കിൽ പക്ഷേ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, അധർമ്മം നിറഞ്ഞ ഒരു സമൂഹത്തെ കളവ് പറഞ്ഞുകൊണ്ട്, നിരന്തരമായി കളവ് പറഞ്ഞുകൊണ്ട് തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മളുടെ മക്കളൊക്കെ കളവ് പറയുന്ന സമയത്ത് കളവ് പറയരുതേ എന്ന് പഠിപ്പിക്കുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ? എന്നുവെച്ചാൽ കളവ് പറഞ്ഞുകൊണ്ട് നന്മ സ്ഥാപിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ. പക്ഷെ നമ്മളുടെ മനസാക്ഷി സമ്മതിക്കുകയില്ല. അതിനർത്ഥം പ്രവാചകൻ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്നതിന്റെ തെളിവ്, അങ്ങനെ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊണ്ട സമൂഹത്തിൽ ധർമ്മം പുലർന്നു എന്നതാണ്. അല്ലെ, തത്വം സത്യമാണെങ്കിൽ അതിന്റെ പ്രയോഗം നന്മയാവുക എന്ന തത്വം അനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ ആ സമൂഹത്തിൽ നന്മ പുലരുകയാണ്. ആ പറഞ്ഞതിനർത്ഥം പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട അടിസ്ഥാന ആശയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സത്യമായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ അധ്യാപനത്തിന്റെ ഊന്നൽ ഈ ലോക ജീവിതത്തിന്റെ ക്ഷേമവും പരലോക ജീവിതത്തിൽ അവന്റെ മോക്ഷവുമാണ്, അവന്റെ രക്ഷയുമാണ്. എന്ന് പറഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന വസ്തുത വളരെ കൃത്യമായി ആവർത്തിച്ച് തന്റെ ജനതയെ പ്രവാചകൻ പഠിപ്പിച്ചു. ഇത് പറയുമ്പോൾ ആ വിഷയത്തിൽ ഒരു വിശകലനം ആവശ്യമാണെന്ന് തോന്നുന്നു. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അല്ല, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന വസ്തുതയും മനുഷ്യനെ പഠിപ്പിക്കുന്നത് കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടല്ല, മനുഷ്യനോട് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഈ ലോക ജീവിതം പരീക്ഷണമാണെന്നും ഇത് നിരീക്ഷണത്തിന് വിധേയമാണെന്നും, മരിച്ചു കഴിഞ്ഞാൽ ഇനി യഥാർത്ഥ ജീവിതം ആരംഭിക്കാൻ പോകുന്നു എന്നാണ്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ എവിടെ എന്നൊരു പക്ഷെ അന്വേഷിക്കാം. ആരാണ് മരിച്ചു പോയതിനു ശേഷം തിരിച്ചു വന്നത് എന്നൊക്കെ ചിന്തിക്കാം. അല്ലെ, മണ്ണിൽ ശരീരം നശിക്കുന്നതോട് കൂടി തീരുകയാണോ നമ്മൾ ചെയ്യുക? അല്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. കാരണം പ്രവാചകൻ തന്നെ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, ഉറക്കത്തെ മരണത്തോട് ഉപമിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ചാൽ ഉറക്കം മരണത്തിന്റെ സഹോദരനാണ് എന്ന് പഠിപ്പിച്ചു. ഉറക്കം മരണത്തിന്റെ സാമ്പിളാണെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് ചില വിശദീകരണങ്ങൾ, അത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ചില വസ്തുതകൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും.
എന്ന് പറഞ്ഞാൽ ഉറക്കം എന്ന് പറയുന്നത് ഏതാണ്ട് അർദ്ധമരണം എന്ന് പറയാവുന്ന ഒരവസ്ഥയാണ്. അല്ല, ഉറങ്ങുന്ന സമയത്ത് എവിടെയാണ് കിടക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ഞാനിങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഞാൻ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാം, പക്ഷെ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ അർദ്ധമരണം എന്ന് പറയാവുന്ന ഒരവസ്ഥയാണ് ഉറക്കം. ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ചിലപ്പോഴൊക്കെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ വളരെ മനോഹരമായ സുന്ദരമായ സ്വപ്നങ്ങൾ, ചിലപ്പോൾ വളരെ ഭീകരമായ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ചിലപ്പോൾ വിമാനത്തിലൊക്കെ യാത്ര പോകുന്നതായി പായസം കുടിക്കുന്നതൊക്കെ കാണും നമ്മൾ. പക്ഷേ വിമാനത്തിൽ നമ്മൾ യാത്ര പോകുന്നതായി സ്വപ്നം കാണുമ്പോൾ കിടന്നപ്പോൾ നമ്മൾ വെച്ച ശരീരം അവിടെ തന്നെ കിടക്കുകയാണ്. ആ ശരീരത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നേയില്ല. അതേസമയത്ത് നമ്മളുള്ളത് വിമാനത്തിലാണ്. അതിനർത്ഥം ഈ കിടക്കുന്ന ശരീരമല്ല നമ്മൾ യഥാർത്ഥത്തിൽ മറ്റൊരസ്തിത്വമാണ്. ചിലപ്പോൾ പുലി പിടിക്കുന്നതും പാമ്പ് കടിക്കാൻ വരുന്നതും ഒക്കെ സ്വപ്നത്തിൽ കാണും. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ഓടുന്നുണ്ടാവും. പക്ഷെ ആ സന്ദർഭത്തിൽ നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ വെച്ച ആ ശരീരം അവിടെ തന്നെ കിടക്കുകയാണ്. നമ്മൾ പുലിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലാണ്. ഇത് ശരീരത്തെ നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മളുള്ളത് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ഈ ശരീരമല്ല അതിനപ്പുറത്തുള്ള മറ്റൊരു അസ്തിത്വമാണ്. അപ്പോൾ നമ്മൾ മരണപ്പെടുന്നതോടുകൂടി ഈ ശരീരവും ആത്മാവും തൽക്കാലം വേർപെടുത്തപ്പെടുന്നു. അങ്ങനെ ശരീരം മണ്ണോട് ചേർന്നാലും ആ ആത്മാവ് പിന്നെയും ദൈവത്തിന്റെ കസ്റ്റഡിയിൽ നിലനിൽക്കുന്നു. അവൻ ചെയ്ത